കഥ തുടരുന്നു. കുമാരൻകുട്ടി കാശ് കടം വാങ്ങിയ ആയിരപ്പറ നടേശനാണ് അതെന്ന് പ്രഭുവിന് മനസ്സിലായി. എടി പുല്ലേ, നടേശൻ ജ്യോതികയെ നോക്കി. 3 കൂടി നടേശനെ ഊളനാക്കിയിട്ട് അങ്ങ് പോയി. നീ പറ, എൻ്റെ കാശിൻ്റെ കാര്യം എന്താ? എനിക്കിപ്പം അറിയണം. എന്നിട്ട് കുഴിയിലോട്ട് വച്ചാൽ മതി. നാണമില്ലാത്ത ഈ പട്ടികളെ. എനിക്ക് എൻ്റെ കാശ് കിട്ടിയേ പറ്റൂ. 3 ശവം വിറ്റിട്ടാണെങ്കിലും. നെഞ്ചു പിളർന്നതുപോലെ ജ്യോതിക വാവിട്ട് കരഞ്ഞുപോയി. പ്രഭുവിൻ്റെ കണ്ണുകളിൽ ഒരു മിന്നലുണ്ടായി. ചേട്ടാ, പ്രഭു നടേശൻ്റെ മുന്നിലേക്ക് വന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മനുഷ്യരും ദൈവത്തിന് സമമാ. ദയവായി ഇങ്ങനെയൊന്നും പറയരുത്. നീ ആരാടാ കോപ്പേ? നടേശൻ പ്രഭുവിനെ തുറച്ചു നോക്കി. ഓ, നീയാണോ തമിഴ്നാട്ടിൽ നിന്ന് ഈ കള്ളൻ്റെ ശവം കൊണ്ടുവന്നത്? ശവം കൊണ്ടുവന്നവർ വണ്ടിക്കാശ് വാങ്ങി മിണ്ടാതെ തിരിച്ചു പോയിക്കോണം, ഇല്ലെങ്കിൽ ശവമായിട്ട് പോവും. അറിയത്തില്ല നിനക്ക് നടേശനെ? പ്രഭു ഒന്ന് ചിരിച്ചു. എന്താണ് പുല്ലേ നീ ചിരിച്ചത്? നടേശൻ്റെ കണ്ണുകൾ കത്തി. എന്തിനാ നീ ചിരിച്ചതെന്ന്? ചേട്ടാ, പ്രഭു പതിയെ വിളിച്ചു. പോസ്റ്റ് ഉണ്ടോ ചേട്ടാ ഇവിടെ? പോസ്റ്റ്? നടേശന് പ്രഭു ചോദിച്ചത് മനസ്സിലായില്ല. അപ്പോഴേക്കും നാട്ടുപ്രമാണിമാരിൽ ചിലർ ഇടയ്ക്ക് കയറി. നീ എന്തിനാ നടേശ നാട്ടിൽ നിന്ന് വന്ന ഈ കൊച്ചിനോട് വഴക്കിന് പോകുന്നത്? കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന ആൾ നടേശനോട് ചോദിച്ചു. നിന്റെ കാശിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നാട്ടുകാർ ചേർന്ന് വേണ്ട തീരുമാനമുണ്ടാക്കാം. പിരിവ് നടത്തിയിട്ടാണെങ്കിലും തരാം. നീ പ്രശ്നമുണ്ടാക്കാതെ പോ. ഒന്നുമല്ലെങ്കിലും നിന്നെ അക്ഷരം പഠിപ്പിച്ച മാഷലിടാ ഞാൻ. പിന്നെ ഇയാൾ അക്ഷരം പഠിപ്പിച്ചുകൊണ്ട് ഞാനങ്ങ് ആലപ്പുഴ കളക്ടറായി. ഒന്ന് പോക്കളവാ. നടേശൻ തിരിഞ്ഞ് ജ്യോതികയെ നോക്കി. നാട്ടുകാരെ കണ്ട് ഒന്നുമല്ല നടേശൻ ഇപ്പം പോകുന്നത്. എൻ്റെ ഒടുക്കത്തെ ഔദാര്യമാണെന്ന് കൂട്ടിക്കോ. 3 ദിവസത്തെ സമയം ഞാൻ തരും. 3 ദിവസം. അതിനകം എൻ്റെ കാശ് എനിക്ക് കിട്ടണം. കാശായിട്ട് തന്നെ കിട്ടണം. കേട്ടോടി, തന്തയ്ക്ക് പിറക്കാത്ത തന്തയുടെ മോളെ. പല്ലിക്കടിച്ചുകൊണ്ട് നടേശൻ തിരിഞ്ഞു. ദഹിപ്പിക്കും മട്ടിൽ പ്രഭുവിനെയും ഒന്ന് നോക്കി. എന്നിട്ട് പുറത്തേക്ക് പോയി. നാട്ടുകാർക്കെല്ലാം നടേശനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷ പേരും നടേശനിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് മുഖാമുഖം നിന്ന് എതിർക്കാനാവില്ല. നടേശൻ പോയതും പിന്നെ താമസമൊന്നും ഉണ്ടായില്ല. കുമാരക്കുട്ടിയുടെയും ശാരദയുടെയും നീരജയുടെയും മൃതശരീരങ്ങൾ വള്ളത്തിലേക്ക് കയറ്റി. നാട്ടുകാർക്കൊപ്പം പ്രഭുവും കയറി. വള്ളം നീങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ജ്യോതികയുടെ നിലവിളി പ്രഭു കേട്ടു. അച്ഛാ, കുഞ്ഞുണ്ണി, അമ്മേ. കായലിന് നടുവിലെ തുരുത്തിലെ കറുത്ത മണ്ണിൽ 3 കുഴികൾ തീർത്തിട്ടിരുന്നു. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങൾ ചെയ്തത് പ്രഭുവായിരുന്നു. വെള്ളം നിറച്ച പച്ച മൺകുടം തലയിൽ വെച്ച് കുഴിമാടങ്ങൾക്ക് വലം വയ്ക്കുമ്പോൾ തൊണ്ടക്കുഴിയിൽ ഉപ്പുരസമുള്ള ഒരു പിടച്ചിൽ പ്രഭുവിന് അനുഭവപ്പെട്ടു. ഒരു കരച്ചിലാണത്. 4 വർഷം മുമ്പ് ഇതേപോലൊരു സന്ധ്യയ്ക്ക് അച്ഛനെയും അമ്മയെയും യാത്രയാക്കിയത് പ്രഭുവിൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. പച്ച മൺകുടം പിന്നിലേക്ക് വീണുടഞ്ഞു. കായലിൽ ഒന്നുകൂടി മുങ്ങിയിട്ട് പ്രഭു ശരീരത്ത് ഉയർത്തി. പിന്നെ ജീൻസും ഷർട്ടും ധരിച്ചു. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ പൊടുന്നനെ ഇന്ദുബാലയുടെ മുഖം പ്രഭുവിൻ്റെ നെഞ്ചിനുള്ളിലേക്ക് വന്നു. പകലത്തെ തിരക്കിനിടയിൽ 2 തവണ വിളിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു. കമ്പനിയിൽ ചെല്ലുമ്പോൾ ഇന്ദുബാല ഫോൺ ഓഫ് ചെയ്യുമെന്ന് പ്രഭുവിനറിയാം. വള്ളത്തിലേക്ക് കയറി ഇരുന്നുകൊണ്ട് പ്രഭു ഇന്ദുബാലയുടെ നമ്പർ ഡയൽ ചെയ്തു. സ്വിച്ച് ഓഫ്. പ്രഭുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. കമ്പനിയിൽ നിന്ന് തിരിച്ചു വരേണ്ടതാണല്ലോ. അപ്പോഴാണ് ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടത്. പരിചയമില്ലാത്ത നമ്പറാണ്. പ്രഭു മെസ്സേജ് ഓപ്പൺ ചെയ്തു. ഏട്ടാ, ഞാനാ, ഇന്ദുബാലയാ. മെസ്സേജ് തുടങ്ങുന്നത് അങ്ങനെയാണ്. എൻ്റെ ഫോണിന് എന്തോ പ്രോബ്ലം. റിപ്പയർ ചെയ്യാൻ കൊടുത്തു. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പറാണ്. എന്നെ കിട്ടിയില്ലാൽ എൻ്റെ ഏട്ടൻ ടെൻഷനാവുമെന്നറിയാം. അതാ മെസ്സേജ് അയച്ചത്. ഞാൻ സുഖമായിരിക്കുന്നു. എൻ്റെ ഏട്ടൻ സൂക്ഷിച്ചു വരണേ. പ്രഭുവിൻ്റെ നെഞ്ചിനുള്ളിൽ ആശ്വാസത്തിൻ്റെ തണുത്ത കാറ്റുണ്ടായി. കുമാരൻകുട്ടിയുടെ വീടിന് മുമ്പിൽ വെള്ളം എത്തിയപ്പോൾ സന്ധ്യ മങ്ങിയിരുന്നു. ആളുകൾ പിരിഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. മുറ്റത്ത് 4-5 പ്ലാസ്റ്റിക് കസേരകൾ കിടപ്പുണ്ട്. പ്രഭു വീടിനകത്തേക്ക് കയറി ചെന്നു. മുറിയിൽ കട്ടിലിൽ ഭിത്തിചാരി ഇരിക്കുകയായിരുന്നു ജ്യോതിക. അവളുടെ അടുത്തിരുന്ന സ്ത്രീകൾ പ്രഭുവിനെ കണ്ടതും ഇറങ്ങിപ്പോയി. പ്രഭു കട്ടിലിൻ്റെ ഓരത്തേക്കിരുന്നു. 1-2 നിമിഷത്തേക്ക് നിശബ്ദത മാത്രമായിരുന്നു. ഒടുവിൽ അവൾ മുഖം തിരിച്ച് പ്രഭുവിനെ നോക്കി. പോവണ്ടേ നിങ്ങൾക്ക്? പ്രഭു തലകുലുക്കി. ഒത്തിരി രാത്രിയാവും മുമ്പ് പോയിക്കോ. ഇന്നലെ ഉറക്കം വിളിച്ച് വണ്ടി ഓടിച്ചതല്ലേ? ജ്യോതികെ, പ്രഭു പതിയെ വിളിച്ചു. പിന്നെ ഒരു കടലാസ് തുണ്ടെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു. എൻ്റെ നമ്പറുണ്ട് ഇതിൽ. എന്ത് പ്രശ്നമുണ്ടായാലും വിളിക്കാം. അവിടെ ചെന്നിട്ട് ഇന്ദുബാലയെയും കൂട്ടി ഞാൻ വരാം. ജ്യോതിക തലയാട്ടി. ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണമെടുത്ത് പ്രഭു അവളുടെ കയ്യിൽ കൊടുത്തു. ഇതും ഇരിക്കട്ടെ. വേണ്ട. അവളുടെ മിഴികൾ തുളുമ്പി. ഇപ്പം തന്നെ ഒരുപാട് കാശ് നിങ്ങൾ ചിലവാക്കി. 1 രൂപ പോലും തിരിച്ചു തരാൻ എനിക്ക് പറ്റിയില്ല. ഇനി പറ്റുമോന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇതും കൂടി വേണ്ട. വേണം. പ്രഭു ബലമായി അവളുടെ വിരലുകൾ മടക്കി. പിന്നെ ആ കണ്ണുകളിലേക്ക് നോക്കി. പോട്ടെ. പ്രഭു എണീറ്റതും ജ്യോതിക പെട്ടെന്നുണ്ടായ ഒരു പ്രേരണയിൽ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ ഞെട്ടിത്തിരിഞ്ഞു. പ്രഭുവിൻ്റെ കൈത്തണ്ടയിലേക്ക് ജ്യോതിക നെറ്റിമുട്ടിച്ചു. പിന്നെ ഏങ്ങലടിച്ചു. ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി നന്ദി. മിനിറ്റുകളോളം നീണ്ടു ആ കരച്ചിൽ.
പ്രഭുവിൻ്റെ കൈത്തലം കണ്ണുനീരിൽ നനഞ്ഞിരുന്നു. ഒടുവിൽ ജ്യോതിക പിടിവിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പോയിക്കോ, ഇന്ദുവിനെ ഞാൻ തിരക്കിയെന്ന് പറയണേ. പ്രഭു കൈനീട്ടി അവളുടെ ചുമലിൽ ഒന്ന് പിടിച്ചു, ധൈര്യം പകരാൻ എന്നോണം. പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒറ്റയ്ക്കായി എന്ന തോന്നലൊന്നും വേണ്ട, ജീവിതത്തിൽ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്. അവനൊന്ന് നിർത്തി. അമ്പലത്തിലെ അവസാന വിളക്കും അണച്ച് ശാന്തിക്കാരെ പോയി കഴിയുമ്പോൾ ശ്രീകോവിലിനുള്ള ഇരുട്ടിൽ ദൈവം വരെ തനിച്ചല്ലേ, പിന്നാണോ നമ്മൾ മനുഷ്യർ? പ്രഭു കൈയെടുത്തിട്ട് തിരിഞ്ഞു. നടേശനെക്കുറിച്ച് ഓർത്ത് ഇനി ഭയം വേണ്ട. പ്രഭു തല അല്പം ചെരിച്ച് അവളെ ഒന്ന് നോക്കി. പിന്നെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ കട്ടിലിലേക്കിരുന്നു. പിന്നെ ഇരുകൈ കൊണ്ട് മുഖം പൊത്തി ഏങ്ങലടിച്ചു. ജീവിതത്തിൻ്റെ ഇരുട്ടിൽ താൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. 3 മണിക്കൂറിന് ശേഷം പലിശപ്പിരിവും കഴിഞ്ഞ് 6 പെഗ് ബ്രാൻഡിയുടെ ലഹരിയിൽ ഗോവിന്ദൻ നടേശൻ തൻ്റെ ഇന്നോവ കാറിന് അടുത്തേക്ക് വന്നതേയുള്ളൂ. പള്ളാത്തുരുത്തിലേക്ക് തിരിയുന്ന ചെറിയ റോഡിലായിരുന്നു വണ്ടി കിടന്നിരുന്നത്. റിമോട്ട് കൊണ്ട് വണ്ടി തുറന്നിട്ട് ഡോർ ഹാൻഡിലിലേക്ക് കൈവച്ചതും പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടു. നടേശൻ മുതലാളി. നടേശൻ തിരിഞ്ഞു. 10 ചുവട് പിന്നിലുള്ള വൈദ്യുതി പോസ്റ്റിൻ്റെ ചുവട്ടിലായി ആരോ നിൽക്കുന്നു. കുറേ ദൂരെയായി ഒരു വാഹനവും കിടപ്പുണ്ട്. ആരാടാ? നടേശൻ ചോദിച്ചു. ഞാനാ മുതലാളി. പോസ്റ്റിൻ്റെ ചുവട്ടിൽ നിന്ന് മറുപടി വന്നു. പേരില്ലടാ പുല്ലേ. നടേശന് ദേഷ്യം വന്നു. മിസ്റ്റർ ഞാൻ എന്നാ പേര്. ആഹാ, ചൊറിയുവാണോ? നടേശൻ ഡോർ തുറന്ന് ബാഗ് കാറിലേക്കിട്ടു. പിന്നെ പോസ്റ്റിന് നേരെ ചെന്നു. പോസ്റ്റിന് താഴെ നിന്നയാൾ അല്പം മുമ്പോട്ട് വന്നു. ഒരൽപ്പം നിലാവെട്ടം ആ മുഖത്തേക്ക് വീണു. നടേശ. വീണ്ടും മൂർച്ചയുള്ള സ്വരത്തിൽ വിളി കേട്ടു. ഞാനും നീയും, അതുമാത്രമേയുള്ളൂ നടേശ ഈ ലോകത്ത്. എല്ലാവരുടെ കാര്യത്തിലും വെറും ഞാൻ മാത്രമായിട്ട് ഓരോരുത്തരും ജനിച്ചു വീഴുന്നു. വെറും ഞാൻ ആയിട്ട് മരിച്ചു പോകുന്നു. ബാക്കി സ്വന്തം പേര് മുതൽ ആടയാഭരണങ്ങളും ബാങ്ക് ബാലൻസും സമ്പത്തും വണ്ടിയും കിണ്ടിയും കോപ്പും കൊടച്ചക്രവും ഒക്കെ ആരും കൊണ്ടുവന്നതുമല്ല, കൊണ്ടുപോകുന്നതുമല്ല. ചെറുപ്പക്കാരൻ നടേശൻ്റെ തൊട്ടു മുന്നിലെത്തി. ഞാൻ പ്രഭു. നടേശൻ്റെ നട്ടലിൽ ഒരു തരിപ്പുണ്ടായി. നീ പോയില്ലേ? നിന്നെ അപ്പോയിൻ്റ് ചെയ്യാതെ ഞാൻ എങ്ങനെ നടേശ പോകുന്നത്? പ്രഭു ചിരിച്ചു. 3 ജീവനുകളാ പണത്തോടുള്ള നിന്റെ ആർത്തി കൊണ്ടുപോയത്. അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ, അമ്മയ്ക്ക് തുല്യമായ ഒരു സ്ത്രീ, ജീവിതം കണ്ടു തുടങ്ങിയിട്ട് മാത്രമുള്ള ഒരു കുഞ്ഞനിയത്തി. പ്രഭു കിതച്ചു. അതിൻ്റെ സ്കൂളിൽ ചെന്നുവരെ നീ അപമാനിച്ചു അല്ലേടാ? അതുകൂടാതെ ആ പാവങ്ങളെ നിന്നെ പേടിച്ച് മരിച്ചിട്ടും തീരാത്ത നിന്റെ മുടിഞ്ഞ പക. ഇന്ന് നീ അവർക്ക് കൊടുത്ത അപമാനം, അതുകൂടാതെ പരസ്യമായ ഗുരുനിന്ദ. മാപ്പില്ല നടേശ. എടാ പുല്ലേ, എൻ്റെ നാട്ടിൽ വന്ന് എന്നെ പേടിപ്പിക്കുന്നോ? നടേശൻ പ്രഭുവിൻ്റെ മുഖത്തിന് നേരെ കൈ ആഞ്ഞു വീശി. കണ്ണു ചിമ്മുന്ന വേഗത്തിൽ പ്രഭു അടിത്തടുത്തു. പ്രഭുവിൻ്റെ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിലൊരു വെള്ളിത്തിളക്കം നടേശൻ കണ്ടു. ബ്ലേഡാ? പ്രഭു ചിരിച്ചു. ബ്ലേഡിൻ്റെ പേരിൽ നാട്ടുകാരുടെ ജീവനെടുക്കുന്നവനിട്ട് ബ്ലേഡ് കൊണ്ട് പണിയണം. നടേശൻ്റെ തൊണ്ട വരണ്ടു. ഞാനൊരു ഗുണനം വരച്ചോട്ടെ ചേട്ടാ? പ്രഭു ശാന്തനായി നടേശൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു ഗുണനം? ആഗ്രഹം കൊണ്ടാ. പറഞ്ഞതും പ്രഭുവിൻ്റെ വലത് കൈപ്പത്തി മിന്നൽ പോലെ താഴേക്ക് വന്നു. ഒരു അലർച്ച നടേശൻ്റെ വായിൽ നിന്നുണ്ടായി. നടേശൻ്റെ ഇടത് പുരികവും മൂക്കും മേൽചുണ്ടും കീഴ്ചുണ്ടും മുതൽ താടി വരെ ചീന്തി പിളർന്നു പോയി. ഒന്നുകൂടി, പ്രഭു പറഞ്ഞുകൊണ്ട് കൈ ഒന്നുകൂടി താഴേക്ക് വലിച്ചു. വലത് പുരികത്തിൽ നിന്ന് താഴേക്ക്. അയ്യോ! നടേശൻ അലറിക്കൊണ്ട് കൈയും കൊണ്ട് മുഖം പൊത്തി. തലങ്ങും വിലങ്ങുമായിരുന്നു ബ്ലേഡ് കൊണ്ടുള്ള പ്രഭുവിൻ്റെ പ്രയോഗം. ഒടുവിൽ നടേശൻ്റെ പിൻകോളറിൽ പ്രഭു കുത്തിപ്പിടിച്ച് പോസ്റ്റ് നേരെ വലിച്ചുകൊണ്ടുപോയി. പോസ്റ്റിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യാം, വാടാ. ഇതേ സമയം 100 മീറ്റർ പിന്നിലായി ലൈറ്റിടാതെ ഒരു വാൻ വന്നു നിന്നു. അതിൻ്റെ മുൻവശത്തെ ഡോറുകൾ തുറന്ന് 2 പേർ ഇറങ്ങി. കോവിൽ രാജ്യയിലെ മദ്രാസ് റെജിമെൻറ്റിൻ്റെയും സേലം റെജിമെൻറ്റിൻ്റെയും സൈന്യാധിപന്മാർ, മദ്രാസ് മണിയും ഭൂമിനാഥനും. വാനിൻ്റെ സീറ്റിനടിയിൽ നിന്ന് ഒരു മടവാൾ മദ്രാസ് മണി വലിച്ചെടുത്തു. ഒരു ചെറിയ മഴു എടുത്ത് ഭൂമിനാഥനും നൽകി. തല മാത്രം കൊണ്ടുചെന്നാൽ മതിയെന്ന അയ്യ പറഞ്ഞത്. ഉടൽ ആ പെണ്ണിനെ കാണാൻ ഇവിടെ കിടക്കട്ടെ എന്ന്. മദ്രാസ് മണി ഭൂമിനാഥനെ നോക്കി. പിന്നെ പ്രഭുവിനെ ലക്ഷ്യമാക്കി അവർ പതിയെ നടന്നു തുടങ്ങി. 100 മീറ്റർ മുമ്പിൽ വൈദ്യുതി പോസ്റ്റിന് ചുവട്ടിൽ നടക്കുന്ന സംഘടന മദ്രാസ് മണിക്കും ഭൂമിനാഥനും വ്യക്തമായി കാണാമായിരുന്നു. ഭൂമി. മണി നടക്കുന്നതിനിടെ ഭൂമിനാഥനെ വിളിച്ചു. വലിയ ചോദ്യവും പറച്ചിലും സംസാരവും ഒന്നും വേണ്ട. ചെല്ലുക, അവൻ്റെ തല വെട്ടിയെടുക്കുക, ഇങ്ങു പോരുക, അത്ര തന്നെ. ഒരു പൂവ് നുള്ളിയെടുക്കാൻ പറയുന്നത്ര ലാഘവത്തിലായിരുന്നു മണിയുടെ നിർദ്ദേശം. ഭൂമിനാഥൻ തല കുലുക്കി. അടുത്ത നിമിഷം പക്ഷേ മണിയുടെ പോക്കറ്റിൽ കിടന്ന ഫോൺ ബെല്ലടിച്ചു. ഫോൺ എടുത്ത അവൻ്റെ കണ്ണുകളൊന്ന് വെട്ടി. യാസിർ. നിൽക്കടാ, മണി ഭൂമിനാഥനോട് പറഞ്ഞിട്ട് ഫോൺ കാതോട് ചേർത്തു. എന്തായി മണിയണ്ണ? യാസിറിൻ്റെ ചോദ്യം കേട്ടു. കോവിൽ രാജ്യയുടെ സൈന്യത്തിൽ യാസിറിനും മണിക്കും ഒരേ റാങ്കാണ്. അല്പം സീനിയോറിറ്റി മണിക്കാണ് കൂടുതൽ. ആ യാസിർ. മണി ശബ്ദം താഴ്ത്തി. ഒരു 3 മിനിറ്റ്. അവൻ്റെ കഴുത്തിൽ അത്രയും നേരം കൂടിയേ ആ തല കാണൂ. വേണ്ട, ഒന്നും ചെയ്യണ്ട. യാസിറിൻ്റെ ധൃതി പിടിച്ച ശബ്ദം മറുവശത്തു നിന്ന് കേട്ടു. എന്താ?
മണിക്ക് അതങ്ങോട്ട് വ്യക്തമായില്ല. ഒന്നും ചെയ്യരുതെന്ന്. ഞാൻ അയാൾക്ക് ഫോൺ കൊടുക്കാം. യാസിർ കോവിൽ രാജയ്ക്ക് ഫോൺ കൈമാറുന്നതിൻ്റെ ശബ്ദം മണി കേട്ടു. അയ്യാ മണിയണ്ണൻ. മണിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ഭൂമിനാഥൻ. തമ്പി. മണി. മറുവശത്ത് നിന്ന് കോവിൽ രാജയുടെ വിളി കേട്ടു. എന്നാ സൗഖ്യമാ? സൗഖ്യണ്ണാ. നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും കോവിൽ രാജയെ മുമ്പിൽ കണ്ടതുപോലെ മണി വിനയാന്വിതനായി. ആ മണി. കോവിൽ രാജയുടെ ശബ്ദം മറുവശത്ത് നിന്ന് കേട്ടു. അന്തപ്രഭുവിനെ ഒന്നും ഏതോ ചെയ്യവേണ്ട. എന്നെണ്ണേ. മണിക്കത് അത്ര മനസ്സിലായില്ല. പ്രഭുവിനെ ഒന്നും ചെയ്യേണ്ടെന്ന് പുരിഞ്ചിതാ. കോവിൽ രാജയുടെ ശബ്ദത്തിന് അല്പം കൂടി മൂർച്ച വന്നു. അവനുള്ള ദണ്ഡന ഇവിടെ ഞാൻ നടത്തിക്കഴിഞ്ഞു മണി. നാളെ അത് നേരിട്ട് കാണാൻ പ്രഭു ഇങ്ങ താൻ വേണം. മണിയുടെ കണ്ണുകൾ ഒന്നിടുങ്ങി. മണി. മറുവശത്ത് നിന്ന് കോവിൽ രാജയുടെ വിളി കേട്ടു. അയ്യാ. നീയും ഭൂമിയും കൃത്യമായി അവനെ ഫോളോ ചെയ്യണം. അവനൊരു ചെറിയ സംശയം പോലും തോന്നാതെ. മനസ്സിലായോ? ആമങ്കയ്യ. വഴിയിൽ അവന് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം. അവൻ്റെ ദേഹത്ത് ഒരു നുള്ള മണ്ണ് പോലും വീഴാതെ ജാഗ്രതയാ പാക്ക വേണം. കോവിൽ രാജ ഒന്ന് നിർത്തിയിട്ട് പല്ലുകൾ അമർത്തിച്ചിരിച്ചു. അവ എനക്ക് എൻ പുള്ള മാതിരിയിലാ. കോൾ കട്ടായി. മണിയുടെ കണ്ണുകളൊന്ന് ഇടുങ്ങി. മരണത്തിനും അപ്പുറത്തുള്ള ഏതോ അതിക്രൂരമായ വിധി പ്രഭുവിനുമേൽ കോവിൽ രാജ എഴുതി കഴിഞ്ഞുവെന്ന് മണിക്കുറപ്പായി കഴിഞ്ഞിരുന്നു. എന്നാ മണി? മണിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഭൂമിനാഥൻ. അസൈൻമെൻറ്റ് ക്യാൻസൽഡ്. എന്നാച്ച്? ഭൂമിനാഥൻ അമ്പരന്നു. അയ്യാ സ്വന്നു അത് താനെ. മണിയൊന്ന് നിർത്തി. വായാ. ടൂൾസ് വണ്ടിക്ക് അകത്തിട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രഭു എൻ്റെ ജോലി തീർത്തിട്ട് വരട്ടെ. മണിയും ഭൂമിനാഥനും തങ്ങളുടെ വാനിന് നേരെ തിരിഞ്ഞു. ഇലക്ട്രിക് പോസ്റ്റിന് ചുവട്ടിൽ നിന്ന് നടേശനെ കോളറിൽ പിടിച്ച് തൂക്കിയെടുക്കുകയായിരുന്നു പ്രഭു. അപ്പോൾ വലിച്ചുകൊണ്ടുവന്ന് ഇന്നോവയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി. നടേശൻ്റെ മുഖവും ഉള്ളം കൈയും നെഞ്ചും പുറവും ബ്ലേഡ് കൊണ്ട് തലങ്ങും വിലങ്ങും ചീന്തി പിളർന്നിരുന്നു. മുറിഞ്ഞുമാറിയ കൊഴുപ്പുപാളികൾക്കിടയിൽ നിന്ന് ചോര ഒഴുകി പരക്കുന്നുണ്ടായിരുന്നു. കൊല്ലരുതേ. നടേശൻ ഞരങ്ങി. തൻ്റെ മോണ ചുണ്ടു നീറുന്നുണ്ടെന്ന് നടേശൻ അറിഞ്ഞു. നാവനങ്ങിയപ്പോൾ മേൽവരിയിലെ പല്ലുകൾ നിന്ന് ആടുന്നു. നടേശ. പ്രഭു വിളിച്ചു. ചാവും എന്ന് നീ പേടിക്കേണ്ട നടേശ. നിന്റെ പ്രധാന ഞരമ്പുകളിലൊന്നും ഞാൻ തൊട്ടിട്ടില്ല. ചോരയോട്ട കൃത്യമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചാവത്തില്ല. പിന്നെ ഈ പോകുന്ന ചോര ഇടയ്ക്കിടെ ഇങ്ങനെ കുറച്ച് ചോര കുത്തിവിടുന്നത് നല്ലതാ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. പ്രഭു തൻ്റെ കയ്യിൽ പുരണ്ട് ഇരുന്ന ചോര വണ്ടിയിൽ നിന്ന് മിനറൽ വാട്ടർ കുപ്പിയെടുത്ത് കഴുകി. നടേശ. അവൻ വീണ്ടും വിളിച്ചു. നടേശൻ ഞരങ്ങി. നിനക്ക് എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട് നടേശ? സത്യം പറയണം. 4-5 കോടിയുടെ. നടേശൻ വിക്കി. കോടികളല്ലേ? എന്നിട്ടും വാങ്ങിച്ച കാശിൻ്റെ ഇരട്ടിയോളം തന്ന പാവം കുമാരൻകുട്ടിയെ നീ എന്തിനാ നടേശ ഇഞ്ചിഞ്ചായി കൊന്നത്? നടേശൻ മിണ്ടിയില്ല. നിന്റെ ആസ്തികളൊന്ന് പറഞ്ഞേ. വീടുകൾ എത്ര? 4. വാഹനങ്ങളോ? 6. ഹൗസ് ബോട്ടുകൾ? 8. എത്ര ഏക്കർ സ്ഥലമുണ്ട്? പാടവും കരക്കണ്ടവും എല്ലാം ചേർത്ത് 10-12. വീട്ടിൽ AC ഉണ്ടോ? ഉണ്ട്. AC വീട്, AC കാർ, കുടിക്കാൻ ചിൽഡ് ബിയർ, കൂടെ കിടക്കാൻ. എങ്ങനെയാ പെണ്ണുപിടുത്തം? സംസ്ഥാനത്ത് നിന്ന് അകത്തോ പുറത്തോ? അതിന് നടേശന് മറുപടി ഉണ്ടായില്ല. നാഷണൽ പെർമിറ്റാ ആ കാര്യത്തിൽ അല്ലേ? പ്രഭു ഒന്ന് നിർത്തി. ഇത്രയുമൊക്കെ സുഖിച്ച ഇത്രയുമൊക്കെ സമ്പത്തുള്ള നടേശൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താ? അവൻ നടേശൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കിത്തിരി വെള്ളം തന്നാൽ മതി. നടേശൻ ഞരങ്ങി. പ്രഭു ഉച്ചത്തിലൊന്ന് ചിരിച്ചു. അതാണ് നടേശ പോയിന്റ്. ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരേ ഒരു മുനമ്പിൽ കൊണ്ടു നിർത്തുന്ന ദൈവത്തിൻ്റെ കട്ടിംഗ് എഡ്ജ്. ഒരുപാടുള്ളവനായ നടേശനും ഒന്നുമില്ലാതിരുന്ന പാവം കുമാരൻകുട്ടിയും ഒടുക്കം ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ഒരു തുള്ളി വെള്ളത്തിനാണ്. അക്കൗണ്ടിൽ കൂട്ടിവെച്ചിരിക്കുന്ന അക്കങ്ങളൊന്നും ആ സമയത്ത് രക്ഷയ്ക്ക് വരില്ല നടേശ. പ്രഭു ഇന്നോവയുടെ സീറ്റിൽ കിടന്നിരുന്ന നടേശൻ്റെ കാഷ് ബാഗ് എടുത്ത് നടേശൻ്റെ മടിയിലേക്ക് ഇട്ടു. 1000-ൻ്റെയോ 500-ൻ്റെയോ 2 നോട്ട് എടുത്ത് തിന്ന് നിന്റെ ക്ഷീണം മാറട്ടെ. പ്ലീസ്. നടേശൻ കൈക്കൂപ്പി. എനിക്കിച്ചിരി വെള്ളം താ. പ്രഭു മിനറൽ വാട്ടറിൻ്റെ കുപ്പി നടേശൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. വായിലെ ചോര തുപ്പാതെ തന്നെ നടേശൻ ആർത്തിയോടെ വെള്ളം കുടിച്ചിറക്കി. ഇനി നീ ആ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കുമോ നടേശ? ജ്യോതികയെ. ശാന്തമായിട്ടായിരുന്നു പ്രഭുവിൻ്റെ ചോദ്യം. ഇല്ല. നടേശൻ ഒന്ന് ഞെട്ടി. നിനക്ക് ആ കാശ് വേണ്ടേ? വേണ്ട. ജ്യോതികയ്ക്ക് സമാധാനമായി കുട്ടനാട്ടിൽ ജീവിക്കാമല്ലോ. ജീവിക്കാം. പ്രഭു കൈവീശി നടേശൻ്റെ ചെവിയും ചെന്നിയും ചേർത്ത് ഒറ്റയടി അടിച്ചു. തലയോട് തകർന്നതുപോലെ നടേശൻ അലറിപ്പോയി. പാവങ്ങൾക്ക് ജീവിക്കാൻ നിന്നെപ്പോലുള്ള മുഴുത്തവന്മാരുടെ പെർമിഷൻ വേണം അല്ലേടാ? എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനിനി ഒന്നിനുമില്ല. നടേശൻ നിലവിളിച്ചു. ശരീരം ചോരയിൽ കുതിരുന്നതിനനുസരിച്ച് നടേശൻ ഭീതി കൊണ്ട് തളർന്നു തുടങ്ങിയിരുന്നു. ഇതെന്ത് സംഭവിച്ചതാണെന്ന് നീ ആശുപത്രിയിൽ പറയും. ആക്രമിച്ചതാണെന്ന് പറയും. ആര്? തമിഴ്നാട്ടിൽ നിന്ന് വന്നാ? അറിയാതെ അത്രയും പറഞ്ഞിട്ട് നടേശൻ ഭീതിയോടെ നിർത്തിക്കളഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് ആര് വന്നു? നിന്റെ തന്തയോ അതോ രജനികാന്തോ? പ്രഭു നടേശനെ തുറച്ചു നോക്കി. അല്ല, തമിഴ്നാട്ടിൽ നിന്നല്ല. പിന്നെ?
ഇവിടെയുള്ള ആരോ? ഇരുട്ടായതുകൊണ്ട് അറിഞ്ഞില്ല. മിടുക്കൻ, പ്രഭു ചിരിച്ചു. ഒരു അജ്ഞാതൻ. പറഞ്ഞേ. അഞ്ചാതൻ. ചുണ്ടു പിളർന്നിരുന്ന നടേശൻ്റെ വായിൽ നിന്ന് അങ്ങനെയാണ് വന്നത്. അത് മതി, പ്രഭു തിരിഞ്ഞു. എന്നാൽ പിന്നെ ഞാനങ്ങ് പോയേക്കുവാ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. നീ ആരെങ്കിലും വിളിച്ചു വരുത്തി ആശുപത്രിയിൽ പോ. പിന്നെ പ്രഭു ഒന്ന് നിർത്തി. ഇതുപോലത്തെ ക്ഷൗരം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വരാം. വേണ്ട, നടേശൻ ഞരങ്ങി. എന്നാൽ പിന്നെ വീണ്ടും ശരി. എന്തോ ഓർത്തതുപോലെ പ്രഭു വീണ്ടും തിരിഞ്ഞു. പോകുന്ന വഴിക്ക് 4-5 ബണ്ടില് കറുത്ത നൂല് കൂടി വാങ്ങിച്ചോ. കുത്തിക്കെട്ടാൻ ചിലപ്പം ആശുപത്രിയിലെ നൂല് തികയത്തില്ല. എന്തായാലും നിന്നെ തുന്നി പിടിപ്പിച്ച് എടുക്കുമ്പോഴേക്കും നേരം വെളുക്കും. അല്ലെങ്കിൽ പിന്നെ ഡോക്ടറും നേഴ്സുമാരും എല്ലാം കൂടി നിന്റെ നെഞ്ചത്ത് തയ്യൽ മെഷീൻ ഇട്ടിരുന്ന് തയ്ക്കണം. പറഞ്ഞിട്ട് അവൻ ധൃതിയിൽ ആംബുലൻസിന് നേരെ നടന്നു. ആംബുലൻസിൻ്റെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഇടിമിന്നൽ പോലെ ആംബുലൻസ് നടേശൻ്റെ ഇന്നോവയെ കടന്നു പാഞ്ഞുപോയി. ആംബുലൻസ് പോയതും മണിയും ഭൂമിനാഥനും കയറിയ വാനിനെ ജീവൻ വെച്ചു. ഒരു നിശ്ചിത അകലമിട്ട് മണിയുടെ വാൻ ആംബുലൻസിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ മധുരയിൽ കോവിൽ രാജ ബംഗ്ലാവിൽ ഭിത്തി നിറഞ്ഞു നിൽക്കുന്ന വലിയ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ദേഹത്തെ ചന്ദന തൈലം തേച്ച് പിടിപ്പിക്കുകയായിരുന്നു കോവിൽ രാജ. യാസിർ പിന്നിലേക്ക് വന്നു. എന്നാ യാസിർ? കോവിൽ രാജ പതിയെ തലതിരിച്ചു. കുട്ടനാട്ടിലെ ഒരു പലിശക്കാരനിട്ട് പണി കൊടുത്തിട്ട് പ്രഭു അവിടുന്ന് പോന്നിട്ടുണ്ട്. മണിയും ഭൂമിനാഥനും പിന്നാലെയുണ്ട്. ഗുഡ്, കോവിൽ രാജ ചിരിച്ചു. പിന്നെ നാളത്തെ കാര്യങ്ങളെല്ലാം അയ്യ പറഞ്ഞപടി ചെയ്തിട്ടുണ്ട്. വെരി വെരി ഗുഡ്. മീനാഭാസ്കറിനെ വിളിച്ച് ഡീറ്റെയിൽസ് പറയണം. പറയാം അയ്യ. ശരി, നീ കിളമ്പ്. പറഞ്ഞിട്ട് കോവിൽ രാജ കൈത്തണ്ടയിൽ കെട്ടിയിരുന്ന വാച്ചിലേക്കൊന്ന് നോക്കി. ടൈം ആയാച്ച്. കോവിൽ രാജ കവിൾ കൊട്ടി ഒന്ന് ചിരിച്ചു. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ തിരിഞ്ഞു. യാസിർ. വാതിൽക്കലെത്തിയിരുന്ന യാസിർ തിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞു കേരളത്തിലേക്ക് പോകണം. നിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം മതി. കൂടിയാൽ 7-8 പേര്. എൻ്റെ ചെല്ലത്തെ കൊണ്ടുവരാനാ, എൻ്റെ ജ്യോതികയെ. അവളെപ്പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ നെഞ്ചുക്കുള്ളെ എന്നാമോ മാതിരി ഒരു മിസ്സിങ്. കോവിൽ രാജ ഒന്ന് നെഞ്ചു തടവി. പാവം പൊണ്ണ്. അപ്പ, അമ്മ, ചിന്ന തങ്കച്ചി എല്ലാവരുമേ പോയിട്ട്. യാസിർ, എത്രയും പെട്ടെന്ന് എൻ്റെ ചെല്ലത്തെ ഇങ്ങ് കൊണ്ടുവരണം. ഇനി അവളുടെ പെർമിഷനൊന്നും വേണ്ട. ശരി അയ്യ. യാസിർ തിരിഞ്ഞു. കോവിൽ രാജ അല്പം ചന്ദനതൈലം കൂടി ചുമലിലും അമർത്തിപ്പുരട്ടി. ജ്യോതിയെക്കുറിച്ച് ഓർത്തപ്പോൾ സിരകളിൽ ആസക്തിയുടെ ഒരു തീത്തുണ്ട് എരിഞ്ഞു തുടങ്ങിയിരുന്നു. എന്നെ നിറം, എന്നെ ഉടൽ, എന്നെ അഴകുറാണി പിറുപ്പുറത്തുകൊണ്ട് കോവിൽ രാജ തിരിഞ്ഞു. വീടിന് പുറത്ത് നിലാവ് ചിതറി വീഴുന്ന കായലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ജ്യോതിക അപ്പോൾ. അച്ഛനും അമ്മയും നീരജയും ഇനി ഇല്ല എന്ന് ജ്യോതികയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ 3 പേരും എവിടെയോ പോയിരിക്കുകയാണ്. എത്ര വൈകിയാലും തിരിച്ചു വരും. മോളെ. പിന്നിൽ നിന്ന് വിളി കേട്ടു. ജ്യോതിക ഞെട്ടിത്തിരിഞ്ഞു. അമ്മ വിളിച്ചതുപോലെ. തനിക്ക് കൂട്ടുവന്ന അയലത്തെ സ്ത്രീകളിൽ ഒരാളാണ്. മോളെ. അവർ അവളുടെ അടുത്തേക്ക് വന്നു. സമയം 11 കഴിഞ്ഞു. വന്ന് കിടന്നേ. ചേച്ചി, ഞാൻ ഇത്തിരി നേരം കൂടി ഇവിടെ. വേണ്ട, നേരം കെട്ട നേരമായി. അവർ ജ്യോതികയെ പിടിച്ചുയർത്തി. അപ്പോഴേക്കും അകത്തുനിന്ന് 2 പെൺകുട്ടികൾ കൂടി ഇറങ്ങി വന്നു. ജ്യോതികയുടെ സമപ്രായത്തിലുള്ളവരായിരുന്നു അവർ. ജ്യോതി, വന്നേ. അവർ അവളെ കൊണ്ടുവന്ന് മുറിയിലിരുത്തി. ആ ജ്യോതി, എൻ്റെ അണ്ണൻ ഇപ്പോൾ വിളിച്ചായിരുന്നോ? ഒരു വിവരം അറിഞ്ഞിട്ടാ, ഒരുവൾ പറഞ്ഞു. എന്ത് എന്ന ഭാവത്തിൽ ജ്യോതിക ആ പെൺകുട്ടിയെ നോക്കി. ആ നടേശനെ ആരോ ശരിക്കു കൈവച്ചു. ദേഹം മുഴുവൻ മുറിവ. മൂക്കിൻ്റെ പാലം ഒടിഞ്ഞു. വായിലെ പല്ലെല്ലാം പോയി. ജ്യോതിക ഒന്ന് ഞെട്ടി. പ്രഭു പറഞ്ഞിട്ട് പോയ ആദ്യ വാചകമായിരുന്നു മനസ്സിൽ. നടേശനോർത്ത് ഇനി പേടിക്കണ്ട. ആ പട്ടിക്ക് അങ്ങനെ വേണം. പെൺകുട്ടി പകയോടെ പിറുപിറുക്കുന്നത് ജ്യോതിയെ കേട്ടു. ആരാണിത് ചെയ്തതെങ്കിലും അയാൾ ദൈവം കാക്കും. പ്രിയേ, നിന്റെ മൊബൈൽ തന്നെ, ജ്യോതിക പറഞ്ഞു. പെൺകുട്ടി മൊബൈൽ എടുത്ത് നീട്ടി. പ്രഭു നമ്പർ കുറിച്ച് തന്ന കടലാസ് ജ്യോതിക എടുത്തു. പിന്നെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ കാതോട് ചേർത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആര്യങ്കാവ് സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റിനപ്പുറത്തുള്ള ഒരു ചായക്കടയിലായിരുന്നു പ്രഭു അപ്പോൾ. പ്രഭുവിനെതിരെ മണിയും ഭൂമിനാഥനും ഇരിപ്പുണ്ടായിരുന്നു. ചൂട് ചായ ഓതി കുടിക്കുന്നതിനിടയിലും അവരുടെ കണ്ണുകൾ പ്രഭുവിൻ്റെ മുഖത്തായിരുന്നു. ഇടയ്ക്ക് പ്രഭുവിനെ നോക്കി സൗഹൃദഭാവത്തിൽ മണിയൊന്ന് ചിരിക്കുകയും ചെയ്തു. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഇന്ദുബാലയാണെന്ന് ഉറപ്പിച്ചാണ് പ്രഭു ഫോൺ എടുത്തത്. ഹലോ. മറുവശത്ത് നിന്ന് ജ്യോതികയുടെ ശബ്ദം കേട്ടപ്പോൾ പ്രഭു ഒരു നിമിഷം നിശബ്ദനായി. ഞാനാ, ജ്യോതികയാ. ആ ജ്യോതികയെ, പ്രഭു വിളിച്ചു. മണിയുടെ കണ്ണുകൾ ജാഗരൂകമായി. നിങ്ങളെവിടെ എത്തി? ജ്യോതികയുടെ ചോദ്യം കേട്ടു. അതിർത്തി കടന്നു. പ്രഭു ചായ ഒരിറക്ക് കുടിച്ചു. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഒരു ചായ കുടിക്കുന്നു. എന്തെങ്കിലും കഴിക്കണേ? ഓ, കഴിക്കണം. ആ, ഇന്ദു വിളിച്ചോ? ഇല്ല, അവളുടെ ഫോണിന് എന്തോ കംപ്ലൈൻറ്റ്. നാളെ ഞാൻ നേരിൽ കാണും. 1-2 നിമിഷത്തേക്ക് നിശബ്ദതയായിരുന്നു. ജ്യോതികയെ, അവൻ വിളിച്ചു. ആരുണ്ട് നിനക്ക് കൂട്ടിനവിടെ? അപ്പുറത്തെ വീട്ടിലെ സുമംഗല ചേച്ചി, പിന്നെ പ്രിയയും രാജിയും എൻ്റെ കൂട്ടുകാരാ. നീ കഴിച്ചോ? ഇല്ല. കഴിക്കണം. എന്നോട് പറഞ്ഞാൽ മാത്രം പോരാ. ആ, ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരരുത്. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ജ്യോതിയുടെ മറുപടി അതായിരുന്നു. പ്രഭുവിന് അത് കേട്ടപ്പോൾ ആശ്വാസം തോന്നി. പിന്നെ എന്താ ചോദിക്കാൻ വന്നിട്ട് ജ്യോതിക പാതി വഴിയിൽ നിർത്തി. എന്താ?
ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? ചോദിക്കേ. ആ നടേശന് എന്തോ പറ്റിയെന്ന് കേട്ടു. നിങ്ങളാണോ? എന്തു പറ്റിയെന്നാ? ആരാ പറഞ്ഞത്? ഒന്നും അറിയാത്ത മട്ടിലായിരുന്നു പ്രഭുവിൻ്റെ മറു ചോദ്യം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. നിങ്ങളാണോ? ആണെങ്കിൽ പ്രഭു ഒന്ന് നിർത്തി. പിന്നെ ശാന്തനായി വിളിച്ചു. ജ്യോതികേ, ഉപ്പ് തിന്നുന്നവർ ഇപ്പോൾ വെള്ളം കുടിക്കുക മാത്രമല്ല ചെയ്യാറ്, ഗ്ലൂക്കോസ് കയറ്റി ആശുപത്രിയിൽ കുറച്ച് ദിവസം കിടക്കാറുമുണ്ട്. എന്തായാലും നടേശൻ ഇനി ശല്യത്തിന് വരില്ല. പ്രഭു ഒന്ന് നിർത്തി. ഭക്ഷണം കഴിക്കേ, കണ്ണടച്ച് ഉറങ്ങാൻ ശ്രമിക്കേ. എന്തു വന്നാലും ഒരു 10 നമ്പറിന് അപ്പുറം ഒരു വെളിപ്പാടകലെ ഞാനുണ്ടാവും. സൂക്ഷിച്ചു പോകണേ പറഞ്ഞിട്ട് അവൾ കാൾ കട്ട് ചെയ്തു. ഫോൺ തിരികെ പോക്കറ്റിലേക്ക് വയ്ക്കുമ്പോഴാണ് പ്രഭു ശ്രദ്ധിച്ചത്. എതിരെയിരിക്കുന്ന മണിയുടെ കണ്ണുകൾ തൻ്റെ മുഖത്ത് തന്നെയാണ്. എന്താ ചേട്ടാ, വല്ല പരിചയവും തോന്നുന്നുണ്ടോ? പ്രഭു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഞാൻ പ്രഭു, ആംബുലൻസ് സർവീസാ. ഞാൻ മണി, ഇത് ഭൂമിനാഥൻ. ഞങ്ങൾ പാഴ്സൽ സർവീസാ. മണി ചിരിച്ചു. സ്കെച്ച് ചെയ്യുന്നവൻ്റെ ബോഡിയാ പാഴ്സൽ ചെയ്യുന്നത്. അത്രയും ഭാഗം മണി മനസ്സിലാണ് പറഞ്ഞത്. മധുരയ്ക്കാണോ? പ്രഭു ചോദിച്ചു. ഞാൻ തിരുമംഗലത്തിനാ. ഞങ്ങളും അവിടേക്ക് തന്നെ. മണി ചിരിച്ചു. ശരി, ഞാൻ നീങ്ങിയേക്കുവാ. പ്രഭു യാത്ര പറഞ്ഞിറങ്ങി. വിട്ടോ, ഞങ്ങൾ തൊട്ട് പിന്നാലെയുണ്ട്. മണി കൈ ഉയർത്തി. പിന്നെ ഭൂമിനാഥനെ നോക്കി ഒന്ന് ചിരിച്ചു. പ്രഭുവിൻ്റെ ആംബുലൻസ് സ്റ്റാർട്ടായി നീങ്ങുന്നത് അവർ കണ്ടു. ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് മണിയും ഭൂമിനാഥനും എഴുന്നേറ്റു. വെളുപ്പിന് 4:30. തിരുമംഗലത്തെ വാടക വീടിന് മുമ്പിൽ പ്രഭുവിൻ്റെ ആംബുലൻസ് വന്നു നിന്നു. വന്നപാടെ പ്രഭു കുളിച്ചു. നടേശൻ്റെ ചോരയുടെ ഗന്ധം ദേഹത്തുണ്ടെന്ന് തോന്നിയിരുന്നു. കുളിച്ചു വന്ന് വേഷം മാറിയിട്ട് കണ്ണുകളടച്ച് അല്പനേരം കിടന്നു. ഇന്ദുബാലയുടെ മുഖമായിരുന്നു മനസ്സിൽ. വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടാണ് ഉണർന്നത്. വാതിൽ തുറന്നപ്പോൾ ആരെയും കണ്ടില്ല. റോഡിലെ മഞ്ഞിലൂടെ ഒരു ബൈക്ക് പാഞ്ഞു പോകുന്നത് കണ്ടു. അടുത്ത നിമിഷം പ്രഭുവിൻ്റെ കണ്ണുകളിൽ ഒരു ഞെട്ടലുണ്ടായി. വരാന്തയിൽ കിടന്നിരുന്ന മേശപ്പുറത്ത് സമചതുരത്തിലുള്ള ഒരു ഹാർഡ് ബോർഡ് പെട്ടിയിരിക്കുന്നു. പച്ചമുളകും നാരങ്ങയും കോർത്ത മാല കൊണ്ട് പെട്ടി അലങ്കരിച്ചിട്ടുണ്ട്. പ്രഭു അമ്പരപ്പോടെ പെട്ടിക്കടുത്തേക്ക് ചെന്നു. അടുത്ത നിമിഷം പ്രഭുവിൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നലുണ്ടായി. ഹാർഡ് ബോർഡ് പെട്ടിയുടെ മീതെ ഭംഗിയായി പ്രിന്റ് ചെയ്തിരിക്കുന്ന അക്ഷരങ്ങൾ പ്രഭു വായിച്ചു. കോവിൽ രാജ. ഉദ്വേഗം കൊണ്ട് തൻ്റെ ഹൃദയം പൊട്ടുമെന്ന് പ്രഭുവിന് തോന്നി. അവൻ പതിയെ പെട്ടി തുറക്കാൻ തുടങ്ങി. കോവിൽ രാജ കൊടുത്തുവിട്ട ഒരു പെട്ടി. പ്രഭുവിൻ്റെ നെഞ്ചിടിപ്പിന് വേഗതയേറി. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് പതിയെ ബോക്സിന് മീതെയുള്ള ചരടഴിച്ചു. പിന്നെ ഒറ്റ വലിക്ക് ബോക്സിൻ്റെ മൂടി ഇരുവശത്തേക്കും വലിച്ചു. അകത്തേക്ക് നോക്കിയ പ്രഭു അമ്പരന്ന് പോയി. 3 പാക്കറ്റുകൾ. അവൻ്റെ ബോക്സിൻ്റെ അകത്തിരുന്ന 3 പാക്കറ്റുകളും പുറത്തെടുത്തു. ഒന്നിൽ മധുരപലഹാരങ്ങളാണ്. ലഡു, ജിലേബി, മിൽക്ക് പേട, മൈസൂർ പാവ്, പല നിറത്തിലുള്ള ഹൽവ, ചോക്ലേറ്റ്സ്. രണ്ടാമത്തെ പാക്കറ്റിൽ വെറ്റിലയും പുകയിലയും നല്ല സുഗന്ധമുള്ള റോസ് നിറത്തിലുള്ള ചുണ്ണാമ്പും. മൂന്നാമത്തെ പാക്കറ്റിൽ കസവ് പാകിയ വിലപിടിപ്പുള്ള ഒരു മുണ്ടും കസവ് നേരിയതും. പ്രഭുവിൻ്റെ കണ്ണുകളൊന്ന് പിടച്ചു. ഒരുമാതിരി ഓംനി വാൻ റോഡിലേക്ക് പാഞ്ഞു വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. പ്രഭു വെട്ടിത്തിരിഞ്ഞു. റോഡിന് സമാന്തരമായ റെയിൽ പാളത്തിലൂടെ മധുരയ്ക്കുള്ള ഷട്ടിൽ ട്രെയിൻ പോകുന്നു. മാരുതി വാനിൻ്റെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അപ്പുക്കുട്ടി പുറത്തേക്ക് ചാടുന്നത് കണ്ടു. വാനിൻ്റെ സ്ലൈഡിംഗ് ഡോർ തുറന്ന് 2 പേർ ഇറങ്ങി. പാഷയും മോസസും. 2 പേരും ആംബുലൻസ് ഡ്രൈവർമാരാണ്. പ്രഭു പതിയെ മുറ്റത്തേക്കിറങ്ങി. അപ്പുക്കുട്ടിയുടെ മുഖത്തൊരു പതർച്ച പ്രഭു കണ്ടു. അപ്പുക്കുട്ടി പ്രഭുവിൻ്റെ തൊട്ട് മുമ്പിലെത്തി നിന്നു. അച്ചമ്പി, എന്താടാ? പ്രഭു അപ്പുക്കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി. നിങ്ങളുടെ വണ്ടിയൊക്കെ എന്തിയേ? വണ്ടി? മറുപടി പറഞ്ഞത് പാഷയാണ്. വണ്ടിയൊക്കെ ആ പിശാചി പിടിച്ചോണ്ട് പോയി. SP മീന ഭാസ്കർ മനഃപൂർവ്വം നമ്പർ പ്ലേറ്റ് മാറ്റിവെച്ച് ഓടിച്ചെന്ന്. ഓ, അതാണോ പ്രശ്നം? പ്രഭു ഒന്ന് ചുമൽ കൂച്ചി. നമുക്ക് കടവുൾ റാവുത്തർ സാറിനെ ഒന്ന് കണ്ടിട്ട് എന്ത് വേണമെന്ന് ആലോചിക്കാം. അതല്ല മച്ചമ്പി പ്രശ്നം. അപ്പുക്കുട്ടിയുടെ സ്വരം പതിഞ്ഞു. പ്രഭുവിൻ്റെ മുഖത്തേക്ക് അപ്പുക്കുട്ടി നോക്കിയതേയില്ല. പ്രഭുവിൻ്റെ കണ്ണിലൊരു പുകച്ചിലുണ്ടായി. അജ്ഞാതമായ ഭീതിയോടെ ഒരു ചൂളം കുത്തൽ നെഞ്ചിനുള്ളിൽ. അപ്പുക്കുട്ടി. പ്രഭു കൈ ഉയർത്തി അപ്പുക്കുട്ടിയുടെ ചുമലിൽ വെച്ചു. പറയ്, എന്താ പ്രശ്നം? എന്താ കാര്യമെന്ന്? ഇടാ പറയാൻ. പ്രഭു അപ്പുക്കുട്ടിയെ പിടിച്ചൊന്നുലച്ചു. ഇന്ദുബാല. അപ്പുക്കുട്ടി പതിയെ കണ്ണുകളുയർത്തി പ്രഭുവിനെ ഒന്ന് നോക്കി. ഇന്ദുബാല. പ്രഭുവിൻ്റെ നെഞ്ചിനുള്ളിലൊരു മിന്നലൊളി പാഞ്ഞു. ഇന്ദുബാല. അപ്പുക്കുട്ടി പകച്ച മിഴികളുയർത്തി പ്രഭുവിനെ ഒന്നുകൂടി നോക്കി. എടാ പറയാൻ. പ്രഭു അലറി. ഇന്ദുബാലയെ കാണാനില്ല. മിനിഞ്ഞാന്ന് രാത്രി മുതൽ. പ്രഭുവിൻ്റെ തലയ്ക്കുള്ളിൽ ഒരു മിന്നലുണ്ടായി. കാണാനില്ലെന്നോ? ആ, വീടും അടഞ്ഞു കിടക്കുക. പ്രഭു, മോസസ് വിളിച്ചു. ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇന്ദുബാലയുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു തമിഴനില്ലേ, കുച്ചാണ്ടി. അവൻ പറഞ്ഞതാ മിനിഞ്ഞാന്ന് രാത്രി, അതായത് നീ ആ ജ്യോതികയും കൊണ്ട് കേരളത്തിലേക്ക് പോയതിൻ്റെ അന്നു സന്ധ്യയ്ക്ക് കോവിൽ രാജയുടെ ടീം ഇന്ദുബാലയുടെ വീട്ടിൽ ചെന്നിരുന്നു. പ്രഭു നടുങ്ങി. എന്നിട്ട്? ഹർഷനുമായിട്ടായിരുന്നു സംസാരമെന്ന് കുച്ചാണ്ടി പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് യാസിറ. അന്ന് രാത്രി തന്നെ ഒരു ലോറിയിൽ വീട്ടു സാധനങ്ങളൊക്കെ കയറ്റി അവർ പോയെന്ന്. പ്രഭുവിൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ പിടിച്ചുകൊണ്ടിരുന്നു. പതിയെ തലതിരിച്ച് അവൻ കോവിൽ രാജ കൊടുത്തുവിട്ട പെട്ടിയിലേക്ക് നോക്കി. മധുരം, വെറ്റില, പുത്തൻ വേഷ്ടി. വാ. ആംബുലൻസിൻ്റെ ചാവി എടുത്തുകൊണ്ട് പ്രഭു തിരിഞ്ഞു. റോഡിലേക്ക് നടക്കുമ്പോൾ അപ്പുക്കുട്ടി ഓടി ഒപ്പമെത്തി. മച്ചമ്പി, എവിടേക്കാ? ഇന്ദുബാലയുടെ വീട്ടിലേക്ക്. പ്രഭുവിൻ്റെ കണ്ണുകൾ വൈരപ്പൊടി വീണതുപോലെ മിന്നി.
എൻ്റെ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചാൽ പച്ചയ്ക്ക് കത്തിക്ക് ഞാൻ എല്ലാറ്റിനെയും. പ്രഭു ആംബുലൻസിലേക്ക് കയറി. മാരുതി വാനിൻ്റെ ചാവി ഭാഷയ്ക്ക് നേരെ എറിഞ്ഞു കൊടുത്തിട്ട് അപ്പുകുട്ടി ഓടി വന്ന് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. കടവുൾ റാവുത്തർ സാറിനെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. സാറിനോടും അവിടേക്ക് വരാൻ പറയാം അല്ലേ? തലക്കുലുക്കിയിട്ട് പ്രഭു ആംബുലൻസ് മുന്നോട്ടെടുത്തു. മുമ്പിൽ ആംബുലൻസും അതിനു പിന്നാലെ മാരുതി വാനും കൊടുങ്കാറ്റ് പോലെ ഇരുവാഹനങ്ങളും പാഞ്ഞുപോയി. 15 മിനിറ്റ് കൊണ്ട് 2 വാഹനങ്ങളും ഇന്ദുബാലയുടെ വീടിൻ്റെ മുറ്റത്തെത്തി. ഫോണിൽ ഇന്ദുബാലയുടെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ടാണ് പ്രഭു ആംബുലൻസിൽ നിന്ന് ചാടിയിറങ്ങിയത്. നമ്പർ സ്വിച്ച് ഓഫ്. ഇന്ദുബാല മെസ്സേജ് അയക്കാൻ ഉപയോഗിച്ച നമ്പറും നോക്കി. അതും സ്വിച്ച് ഓഫ്. പ്രഭുവിൻ്റെ നെഞ്ചിനുള്ളിലെ തീ ഒന്നുകൂടി ആളി. അത് ഇന്ദുബാല അയച്ച മെസ്സേജ് ആയിരിക്കില്ലെന്ന് പ്രഭുവിന് തോന്നി. ഇന്ദുബാലയുടെ ഭാഷ കടമെടുത്ത് മറ്റാരോ. തൊണ്ടക്കുഴിയിൽ ഒരു കരച്ചിൽ പിടയ്ക്കുന്നുണ്ടെന്ന് പ്രഭുവിന് തോന്നി. സുരക്ഷിതമായ എവിടേക്കെങ്കിലും ഇന്ദുബാലയെ മാറ്റിയിട്ട് പോവേണ്ടതായിരുന്നു. പിന്നിൽ നിന്ന് ഒരു ഹോൺ കേട്ടു. പ്രഭു വെട്ടിത്തിരിഞ്ഞു. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പോലീസിൻ്റെ പച്ചയും വെള്ളയും നിറമുള്ള ഒരു ടവേര ജീപ്പ് പാഞ്ഞു വരുന്നത് കണ്ടു. DYSP കടവുൾ റാവുത്തർ. ജീപ്പ് പാഞ്ഞു വന്ന് ആംബുലൻസിന് പിന്നിലായി നിന്നു. ഡോർ തുറന്നു. കടവുൾ റാവുത്തർ ഇറങ്ങി. വെള്ള ഷർട്ടും കാക്കി പാൻസുമായിരുന്നു കടവുൾ റാവുത്തർ എന്ന സുലൈമാൻ റാവുത്തറുടെ വേഷം. അരയിലെ ലെതർ കേസിൽ പിസ്റ്റൾ. 53 വയസ്സാണ് കടവുൾ റാവുത്തർക്ക്. പൂർണ്ണമായും നരച്ച തല, ക്ലീൻ ഷേവ് ചെയ്ത മുഖം, നെറ്റിയിൽ നിസ്കാരത്തഴമ്പ്, കട്ടിയുള്ള കറുത്ത ഫ്രെയിമും പവർ ലെൻസുമുള്ള കണ്ണട മുഖത്ത്. സാർ, പ്രഭു ഓടിച്ചെന്നു. നടന്നുകൊണ്ട് തന്നെ കടവുൾ റാവുത്തർ പ്രഭുവിനെ ചേർത്ത് പിടിച്ചു. സങ്കടപ്പെടാതടാ, നമുക്ക് കണ്ടെത്താം നിന്റെ പെണ്ണിനെ. നമുക്ക് പോവാം സാർ. പ്രഭു റാവുത്തറെ നോക്കി. എവിടേക്ക്? കോവിൽ രാജയുടെ കൊട്ടാരത്തിലേക്ക്. എൻ്റെ എന്തോ അവിടെ ഉണ്ട്. എനിക്കറിയാം. എനിക്ക് കാണണം ഇപ്പോൾ അവളെ. ഒരു കൊച്ചുകുട്ടിയുടെ വാശിയായിരുന്നു പ്രഭുവിൻ്റെ കണ്ണുകളിൽ. പ്രഭു ഡാ. അലിവോടെ റാവുത്തർ പ്രഭുവിനെ നോക്കി. നീ കണ്ടതിനേക്കാളും കരുതുന്നതിനേക്കാളും ആഴത്തിൽ വേരുകൾ ഓന്നി നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമാ കോവിൽ രാജ. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളം, ആന്ധ്ര, കർണാടക, ഇന്ത്യക്ക് പുറത്തു വരെ നീളുന്ന വേരുകൾ. റാവുത്തർ പതിയെ തിരിഞ്ഞു. തന്തയെ വെല്ലുന്ന ഒരു മകനുണ്ട് അയാൾക്ക്. സഹസ്രനാമം. ഇറ്റലിയും തായ്ലൻഡും മലേഷ്യയും ഉൾപ്പെടുന്ന ഡ്രഗ് മാഫിയ സിൻഡിക്കേറ്റിൻ്റെയും കില്ലിംഗ് കോൺട്രാക്ട് ഏജൻസികളുടെയും കോർ ഡയറക്ടർ. വല്ലപ്പോഴും അവൻ മധുരയിലേക്ക് വരുന്നത് തന്നെ. തന്ത ചത്താൽ മോൻ വരത്തില്ലേ സാർ? ശാന്തമായിരുന്നു പ്രഭുവിൻ്റെ ചോദ്യം. പ്രഭു, റാവുത്തർ ഒന്നുകൂടി വിളിച്ചു. ചിന്തിച്ച് ശാന്തമായും രഹസ്യമായും ചൂടുകൾ വയ്ക്കേണ്ട സമയമായത്. നമുക്കാദ്യം കണ്ടുപിടിക്കേണ്ടത് ഇന്ദുബാലയുടെ ബന്ധുവായ ആ തള്ളയെയും ആ ഹർഷനെയുമാണ്. അവരറിയാതെ ഒന്നും സംഭവിക്കില്ല, ഉറപ്പ്. റാവുത്തർ പറഞ്ഞു നിർത്തിയതും ഒന്നിലധികം വാഹനങ്ങളുടെ ഇരമ്പലും ഹോണും കേട്ടു. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. ഇടുത്തി പോലെ എല്ലാ മനസ്സിലേക്കും ഒരു നടുക്കം വീണു. ഒന്നിനു പിറകെ ഒന്നായി വരുന്ന 5 വാഹനങ്ങൾ. മുമ്പിൽ ഒരു ടാറ്റ ആര്യ വാൻ വന്നു. അതിനു പിന്നാലെ 2 സുമോ വാനുകൾ. അതിനു പിന്നാലെ പ്രഭുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി ചെറുതായി കോവിൽ രാജയിലെ കടും നീല പാഷക്കാർ. നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അത്. അതിനു പിന്നാലെ യാസറിൻ്റെ ഹോണ്ട കാർ. വാഹനങ്ങൾ വന്ന് വിശാലമായ മുറ്റത്ത് നിരന്നു നിന്നു. മുമ്പിൽ വന്ന വാനിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയവരെ കണ്ട് പ്രഭു നടുങ്ങിപ്പോയി. തലേന്ന് രാത്രി ചായക്കടയിൽ വെച്ച് താൻ പരിചയപ്പെട്ടവർ മണിയും ഭൂമിനാഥനുമായിരുന്നു അത്. എന്നാ തലവാ, ജ്ഞാപകമിരിക്കാ. മണി പ്രഭുവിനെ നോക്കി ചിരിച്ചു. പിന്നെ ധൃതിയിൽ പോഷക്കാരന് നേരെ ചെന്നു. അപ്പോഴേക്കും ഡോർ തുറക്കാനായി യാസിർ ഓടിയെത്തിയിരുന്നു. ഡോർ തുറന്ന് കോവിൽ രാജ പുറത്തേക്കിറങ്ങി. ചന്ദന നിറത്തിലുള്ള സിൽക്ക് ഷർട്ടും കസവും കൊണ്ടുമായിരുന്നു കോവിൽ രാജയുടെ വേഷം. നെറ്റിയിൽ വീതിയേറിയ ചന്ദനക്കുറിയും കുങ്കുമവും ഭസ്മവും. എന്നെ പ്രഭു, സൗഖ്യമാ? പ്രഭുവിനെ നോക്കി കോവിൽ രാജ ഒന്ന് ചിരിച്ചു. ശ്വാസമടക്കി നിൽക്കുകയായിരുന്നു പ്രഭു. പിന്നെ റാവുത്തറെ നോക്കി. ആഹാ, പോലീസുകാരനെ വന്നിട്ടാ? കോവിൽ രാജ ഒന്ന് കീഴ്ച്ചുണ്ട് കടിച്ചു. പിന്നെ പോർഷ്യക്കാരൻ്റെ മറുവശത്തേക്ക് വന്നു. പിന്നെ പിൻഡോർ തുറന്ന് ഒരാളെ പുറത്തേക്ക് വലിച്ചിറക്കി. പ്രഭുവിൻ്റെ നെഞ്ചിനുള്ളിലും തലയ്ക്കുള്ളിലും 1000 മിന്നലുകൾ ഒന്നിച്ചുണ്ടായി. ഇന്ദുബാല. കല്യാണ പെണ്ണിനെ പോലെ മന്ത്രകോടി ഉടുത്ത് തൻ്റെ ഇന്ദുബാല. നടുങ്ങി നിൽക്കുകയായിരുന്നു റാവുത്തറും പ്രഭുവിൻ്റെ കൂട്ടുകാരും. ഇന്ദു, അലറിക്കൊണ്ട് പ്രഭു മുന്നോട്ട് കുതിച്ചു ചെന്നു. ഏയ്! കോവിൽ രാജ ഇന്ദുവിൻ്റെ മുമ്പിലേക്ക് കയറി കൈനീട്ടി പ്രഭുവിനെ തടഞ്ഞു. സ്റ്റോപ്പ്! നിലടാൻ വച്ചു. ഇന്ദുവിനെ പിടിച്ച് കോവിൽ രാജ അല്പം മുമ്പിലേക്ക് കയറ്റി നിർത്തി. പിന്നെ പ്രഭുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇത് ഉഞ്ഞുടെ ഇന്ദു ഒന്നുമല്ല. എന്നുടെ പൊണ്ണ്, എന്നുടെ പൊണ്ടാട്ടി, എന്നുടെ ചിന്ന വീട്, എന്നുടെ വെപ്പാട്ടി. പാരടാ താരി. അലറിക്കൊണ്ട് കോവിൽ രാജ ഇന്ദുബാലയുടെ കഴുത്തിൽ കിടന്ന തടിച്ച മഞ്ഞ ചരടിൽ പിടിച്ച് ഒന്നുയർത്തി. കഴുത്ത് വലിഞ്ഞ് ഇന്ദുബാലയുടെ ശരീരം അല്പം ഉയർന്നു. മഞ്ഞ ചരടിൽ തൂങ്ങിയാടുന്ന തിളക്കമുള്ള താലി പ്രഭു കണ്ടു. ഇന്ദു. സങ്കടം കൊണ്ട് നീറുന്ന മിഴികൾ തിരിച്ച് പ്രഭു ഇന്ദുബാലയെ നോക്കി. ഏട്ടാ. ഇരുകൈക്കൊണ്ട് മുഖം പൊത്തി ഇന്ദുബാല ഉച്ചത്തിൽ കരഞ്ഞു. എൻ്റെ ഏട്ടാ. നേരെ നിൽക്കാൻ ശേഷിയില്ലാത്തപോലെ ഇന്ദുബാലയുടെ ശരീരം കിലുക്കിലെ വിറച്ചുകൊണ്ടിരുന്നു. ഡേ പ്രഭു. കോവിൽ രാജ ചിരിച്ചുകൊണ്ട് അല്പം കൂടി മൂഞ്ചിലേക്ക് കയറി നിന്നു. ഇപ്പോൾ മനസ്സിലായോ നിനക്ക് കോവിൽ രാജ എന്ന പെരിയോർ രാജ ആണെന്ന്? എൻ്റെ ആളുകളെ അടിച്ചു വീഴ്ത്തി, എൻ്റെ അതിർത്തികൾ മുറിച്ച് നീ ആ പെണ്ണിനെയും കൊണ്ടുപോയി. എൻ്റെ ആളുകൾക്കു മേലെ നീ. ஆனால் ഞാൻ. കോവിൽ രാജ ഒന്ന് നിർത്തി. പിന്നെ പല്ലുകൾ ഞെരിച്ചു. അതുക്കും മേലെ.
കല്യാണം കഴിക്കാനും കൂടെ കിടത്താനും ഞാൻ ആശിച്ച പെണ്ണിനെ എന്നെ തോൽപ്പിച്ച് ഒരു പോറൽ പോലെ ഏൽക്കാതെ നീ ഇവിടുന്ന് കടത്തിയപ്പോൾ നീ കല്യാണം കഴിക്കാൻ ആശിച്ച പെണ്ണിനെ ഞാൻ വിലക്കെടുത്തു. ഞാൻ കുറിപ്പിച്ച മുഹൂർത്തത്തിൽ അവളെ ഞാൻ എൻ്റെ ഭാര്യയാക്കി. ആദ്യ രാത്രിയും ആഘോഷിച്ചു. അവളുടെ പേരിൽ നിനക്ക് മെസ്സേജ് അയച്ചിരുന്നത് ഞാനായിരുന്നടാ. കല്യാണത്തിന് ഇവൾക്ക് സമ്മതമല്ലായിരുന്നു. പക്ഷേ കേരളത്തിൽ വെച്ച് നിന്നെ കഷ്ണം കഷ്ണമാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവൾ സമ്മതിച്ചു. അത്രയ്ക്ക് ഇഷ്ടമാടാ നിന്റെ പെണ്ണിന് നിന്നെ. തൻ്റെ ശരീരം പൊള്ളി നീറുന്നുണ്ടെന്ന് പ്രഭുവിന് തോന്നി. പ്രഭുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കവിളിലേക്ക് പാഞ്ഞിറങ്ങിക്കൊണ്ടിരുന്നു. പ്രഭു പാരടാ. ഇന്ദുബാലയെ ബലമായി പിടിച്ച് കോവിൽരാജ മുന്നിലേക്ക് നിർത്തി. പിന്നെ ഇന്ദുബാലയുടെ താടി പിടിച്ചുയർത്തി. ഇന്ദുബാലയുടെ കവിളിലും താടിയിലും കഴുത്തിലും കോവിൽരാജയുടെ നഖം കൊണ്ടും പല്ലുകൊണ്ടും മുറിഞ്ഞ ചോര കട്ടപ്പിടിച്ച പാടുകൾ പ്രഭു കണ്ടു. ഹൃദയത്തിലേക്ക് ചുട്ടുപഴുത്ത സൂചിമുനകൾ ആഴ്ന്നിറങ്ങുന്നത് പോലെയാണ് പ്രഭുവിന് തോന്നിയത്. ഇന്ദുബാലയുടെ കീഴ്ചുണ്ടിൽ രണ്ടിടത്ത് പല്ലുകൾ ആഴ്ന്നിറങ്ങിയ ചോരപ്പാടുകൾ പ്രഭു കണ്ടു. ഫസ്റ്റ് നൈറ്റ് സിമ്പിൾസ്. കോവിൽരാജ ചിരിച്ചു. എന്നെ ഫസ്റ്റ് നൈറ്റ്? നല്ല ഫസ്റ്റ് ക്ലാസ് റേപ്പ് മച്ചാ. പാവം ചട്ടുകാലിപ്പെണ്ണ്. കട്ടിലിന് ചുറ്റും നല്ലവണ്ണം ഒന്നോടാൻ പോലും കഴിഞ്ഞില്ല അവൾക്ക്. പ്രഭുവിൻ്റെ ശ്വാസഗതിക്ക് വേഗതയേറി. കഴുത്തിലെയും കൈത്തണ്ടയിലെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. സിമ്പിൾസ് ഇനിയിരിക്കും മച്ചാ. പാത്ത് രസിക്കടാ. പറഞ്ഞതും കോവിൽരാജ ഇന്ദുബാലയുടെ സാരി മാറിൽ നിന്ന് വലിച്ചു മാറ്റി. ഇന്ദുബാലയുടെ കഴുത്തിന് താഴെ മാറിന് മീതെ കോവിൽരാജയുടെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയ പാടുകൾ പ്രഭു കണ്ടു. നായേ! പ്രഭു അലറി. പിന്നെ സർവ്വശക്തിയുമെടുത്ത് വലതു കൈ ഓങ്ങി ഒറ്റയടി. പടക്കം പൊട്ടുന്നത് പോലത്തെ ശബ്ദമായിരുന്നു. അടിയേറ്റ് മരിച്ചുപോയ കോവിൽരാജയെ മണിയും ഭൂമിനാഥനും ചേർന്ന് താങ്ങി. ഏയ്! അലറിക്കൊണ്ട് യാസിർ കുണ്ടകളും മുന്നോട്ടും കുതിച്ചതും റാവുത്തർ മിന്നൽ പോലെ തോക്കെടുത്ത് അവർക്ക് നേരെ ചൂണ്ടി. എൻ്റെ കൊച്ചനെ തൊട്ടാൽ പൊട്ടിക്ക് ഞാൻ പിന്നീട് മക്കളെ. കോവിൽരാജ കൈനീട്ടി യാസിറിനെയും കൂട്ടരെയും തടഞ്ഞു. ഇന്ദുബാലയെ സാരി പുതപ്പിച്ചിട്ട് പ്രഭു തൻ്റെ നെഞ്ചോട് ചേർത്തു. പിന്നെ വരിഞ്ഞു മുറുക്കി പിടിച്ചു. കോവിൽരാജയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചാടിയ ചോര സിൽക്കുടുപ്പിൻ്റെ നെഞ്ചിൻ ഭാഗത്ത് വീണു പടർന്നിരുന്നു. നാവ് കൊണ്ട് തൊട്ടപ്പോൾ ഇടതുവശത്തെ ഒളിപ്പല്ല് അനങ്ങുന്നത് കോവിൽരാജ കണ്ടു. കോവിൽരാജ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പ്രഭുവിനെയും ഇന്ദുബാലയെയും ഒന്ന് നോക്കി. പിന്നെ റാവുത്തർക്ക് നേരെ മിഴികൾ തിരിച്ചു. കോവിൽരാജയുടെ ചുണ്ടുകളിലൊരു ചിരിയുണ്ടായി. 3 വർഷം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ കസ്റ്റഡിയിലെടുത്ത് ഒരു പകൽ മുഴുവൻ നമ്പർ 3 പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയവനാണ് നീ. അന്ന് രാത്രി നടന്നത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. നീയും ഭാര്യയും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മകളും വന്ന കാറിന് മീതെ കോവിൽരാജ ഗ്രൂപ്പിൻ്റെ ഒരു ലോറി കയറിപ്പോയി. ഭാര്യയും മകളും നടു റോഡിൽ അരഞ്ഞു തീർന്നിട്ടില്ല നിന്റെ തിമിർ അല്ലടാ. നടു റോഡിൽ നിന്ന് നിന്നെ എടുത്ത് ഞരമ്പിലെ ചോര തന്ന് ജീവൻ രക്ഷിച്ചതിൻ്റെ നന്ദിയാ നീ ഇവനോട് കാണിക്കുന്നത് എനിക്കറിയാം. കോവിൽരാജ കണ്ണുകൾ തിരിച്ച് പ്രഭുവിനൊന്ന് നോക്കി. പിന്നെ നോട്ടം വീണ്ടും റാവുത്തറുടെ കണ്ണുകളിലേക്ക്. പകരം ഇവന് കൊടുക്കാനും ഇവൻ്റെ ജീവൻ രക്ഷിക്കാനും നിന്റെ ഞരമ്പിൽ ഒരു തുള്ളി ചോര പോലും ഞാൻ ബാക്കി വയ്ക്കത്തില്ല. കോവിൽരാജ പ്രഭുവിന് നേരെ തിരിഞ്ഞു. അന്ന് ജ്യോതികപ്പെണ്ണ് എൻ്റെ മുഖത്ത് തുപ്പി. നീ മുഖത്തടിച്ചു. റൊമ്പ പൊടിച്ചിട്ടേൻ. കോവിൽരാജ ഒന്ന് തലക്കുലുക്കിയിട്ട് പ്രഭുവിൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഏങ്ങലടിക്കുന്ന ഇന്ദുബാലയെ നോക്കി. എന്നടാ അവനൊക്കെ വേണമാ? അവൻ പൊണ്ണേ വച്ചുക്കോ. കോവിൽരാജയുടെ എച്ചിൽടാ എച്ചിൽ. ഇന്ദുബാല കഠിനമായി ഞെട്ടി. പിന്നെ പ്രഭുവിൻ്റെ നെഞ്ചിൽ നിന്ന് അടർന്നു പിന്നിലേക്ക് മാറി. ഇന്ദു പ്രഭു അവളെ ചേർത്ത് പിടിക്കാനാഞ്ഞു. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ തൊടാനല്ലേ ഈ നായയ്ക്ക് പറ്റിയുള്ളൂ. നിന്റെ മനസ്സിൻ്റെ ഒരു കോണിലെങ്കിലും തൊടാൻ ഈ ജന്മത്തിൽ ഇവന് കഴിയുമോ? നീ എൻ്റെയാ. നീയില്ലാതെ ഞാനെങ്ങനെ ജീവിക്കുമടി? പ്രഭു വിതുമ്പിപ്പോയി. ഏട്ടാ. അവൾ പ്രഭുവിൻ്റെ കൈവെള്ളയിലേക്ക് മുഖം അമർത്തി. ചുടുകണ്ണീര് വീണ് അവൻ്റെ ഉള്ളം കൈ നനഞ്ഞു. ഏട്ടൻ കരയല്ലേ? ഇയാൾക്ക് മുമ്പിൽ ഏട്ടൻ കരയല്ലേ? ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നാൽ ഈ ജീവിതകാലം മുഴുവൻ എൻ്റെ ഏട്ടൻ ഇയാൾക്ക് മുമ്പിൽ തോറ്റു ജീവിക്കുന്നത് എനിക്ക് കാണേണ്ടി വരും. അത് വേണ്ട. ഞാൻ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും എൻ്റെ ഏട്ടൻ ജയിച്ച് തന്നെ ജീവിക്കണം. ഇന്ദുബാല ഒന്ന് നിർത്തി. പിന്നെ പ്രഭുവിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. എനിക്കൊരു ആഗ്രഹമുണ്ട് ഏട്ടാ. എന്ത് വില കൊടുത്തും ഏട്ടൻ അത് നടത്തണം. നടത്തിയേ പറ്റൂ. അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കി. ജ്യോതികയെ ഈ നീചന് കിട്ടരുത്. എൻ്റെ വിധി ആ പാവത്തിനു കൂടി ഉണ്ടാവരുത്. എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും ഇയാളെ കൊന്നിട്ടാണെങ്കിലും അവളുടെ അഭിമാനം ഏട്ടൻ സംരക്ഷിക്കണം. ഏട്ടൻ്റെ എന്തുവിന് ഈ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഏട്ടൻ ജയിക്കുന്നത് എനിക്ക് കാണണം. ഇവനെ വെല്ലുവിളിച്ച് അവൾ ജീവിക്കുന്നത് എനിക്ക് കാണണം. അങ്ങനെ ഈ നീചൻ തോൽക്കുന്നത് എനിക്ക് കാണണം. അടുത്ത നിമിഷം അവൾ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. എത്ര കൊതിച്ചതായിട്ടാ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ. എത്ര കൊതിച്ചതാ. അടുത്ത നിമിഷം കീഴ്ചുണ്ട് കടിച്ച് ഇന്ദുബാല കരച്ചിൽ പണിപ്പെട്ടടക്കി. പിന്നെ പ്രഭുവിൻ്റെ കയ്യിൽ 4-5 തവണ കൂടി ചുണ്ടമർത്തിയിട്ട് ഇന്ദുബാല വേഗത്തിൽ തിരിഞ്ഞു. കൂർത്ത മിഴികളോടെ കോവിൽരാജ മുമ്പോട്ട് വന്നു. പിന്നെ ഇന്ദുബാലയെ വലിച്ച് കാറിലേക്ക് ഇട്ടിട്ട് ഡോറടിച്ചു. മുമ്പോട്ട് കുതിച്ച പ്രഭുവിനെ റാവുത്തരും കൂട്ടരും ചേർന്ന് പിടിച്ചു നിർത്തി. കോവിൽരാജ തിരിഞ്ഞു പോർഷെ കാറിലേക്ക് കയറി. മണിയും ഭൂമിനാഥനും യാസറും ഗുണ്ടകളും അവരവരുടെ വാഹനങ്ങളിലേക്ക് കയറി. മിന്നൽ പോലെ വാഹനങ്ങൾ റിവേഴ്സ് എടുത്ത് തിരിഞ്ഞു. പിന്നെ മുമ്പോട്ടുരുണ്ടു. ഒരു പ്രതിമ പോലെ നിൽക്കുകയായിരുന്നു പ്രഭു.
അവൻ തിരിഞ്ഞ് ആംബുലൻസിൻ്റെ ബോഡിയിലേക്ക് നെറ്റിമുട്ടിച്ചു. പെട്ടെന്ന് പോക്കറ്റിൽ കിടന്ന മൊബൈൽ ബെല്ലടിച്ചു. പ്രഭു ഫോൺ എടുത്തു. ഇന്ദുബാലയുടെ നമ്പർ. ഹലോ. പ്രഭു ധൃതിയിൽ ഫോൺ കാതോട് ചേർത്തു. കോവിൽ രാജ താണ്ടാ. മറുവശത്ത് നിന്ന് കോവിൽ രാജയുടെ മുരൾച്ച പ്രഭു കേട്ടു. പ്രഭു തലത്തിരിച്ചു നോക്കി. റോഡിൽ പോർഷെ കാർ മാത്രം കാണാം. മറ്റു വാഹനങ്ങൾ അകന്നു പോകുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളുടെ മുഖത്തടിക്കുന്നത്, എൻ്റെ ചോര വീഴ്ത്തുന്നത്, കോവിൽ രാജയുടെ പല്ലുകൾ ഞെരിയുന്നത് പ്രഭു കേട്ടു. അതുക്ക് ബദൽ ഉനക്ക് എന്നെ വേണം. കോവിൽ രാജ ഒന്ന് നിർത്തി. നിന്റെ പെണ്ണിൻ്റെ കയ്യിലെ ഞരമ്പുകളെല്ലാം ഞാൻ അറുത്തുവിടാൻ പോവാ. അടുത്ത് ഇന്ദുബാലയുടെ കരച്ചിലും പിടിച്ചിലും പ്രഭു കേട്ടു. ഇന്ദു വിളിച്ചുകൊണ്ട് പ്രഭു തിരിഞ്ഞു. പോർഷക്കാർ വേഗത്തിൽ മുമ്പോട്ട് ഉരുളുന്നത് പ്രഭു കണ്ടു. കോവിൽ രാജയുടെ ശബ്ദം പ്രഭുവിൻ്റെ കാതിൽ വീണ്ടും വീണു. നീ വലിയ മിടുക്കനായ ആംബുലൻസ് ഡ്രൈവറല്ലേ? കൊണ്ടുപോയി രക്ഷിച്ചെടുക്കാമെങ്കിൽ രക്ഷിച്ചെടുത്തോളാം നിന്റെ പെണ്ണിനെ. പറഞ്ഞു നിർത്തിയത് പോർഷക്കാരൻ്റെ പിൻഡോർ തുറക്കുന്നത് പ്രഭു കണ്ടു. എടുത്തെറിഞ്ഞതുപോലെ ഇന്ദുബാലയുടെ ശരീരം പുറത്തേക്ക് വന്നു. പിന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടി താഴേക്ക് വീണിട്ട് പിന്നോട്ടുരുണ്ടു. നീട്ടി ഹോൺ മുഴക്കിക്കൊണ്ട് കോവിൽ രാജയുടെ കാർ പാഞ്ഞു പോയി. ഇന്ദു അലറിക്കൊണ്ട് പ്രഭു കുതിച്ചു വന്നു. പിന്നാലെ റാവുത്തരം. ഇടതു കൈകുത്തി ഇന്ദുബാല എണീക്കാൻ ശ്രമിച്ചെങ്കിലും മണ്ണിലേക്ക് വീണുപോയി. മോളെ. പ്രഭു ഓടി വന്ന് തറയിലേക്ക് മുട്ടുകുത്തിയിട്ട് അവളെ താങ്ങി ഉയർത്തി. പൊന്നെ. അവളുടെ പിളർന്നു മാറിയ ഞരമ്പിൽ നിന്നും തലയുടെ പിന്നിൽ നിന്നും ചോര കുതിച്ചു ചാടുന്നുണ്ടായിരുന്നു. അവളെ പ്രഭു ഉയർത്തിയെടുത്ത് ചുമലിലിട്ട് തിരിഞ്ഞു. അപ്പുകുട്ടി. പ്രഭു അലറി. വണ്ടി എടുക്കടാ. ഏട്ടാ. ഇന്ദുബാല പ്രഭുവിൻ്റെ പുറത്തൊന്ന് അള്ളിപ്പിടിച്ചു. ഏട്ടാ, ഞാൻ മരിച്ചു പോവേട്ടാ. ഇല്ല ഇല്ല. പ്രഭുവിൻ്റെ മിഴികൾ തുളുമ്പി. എൻ്റെ പൊന്നിനൊന്നുമില്ല. ഒന്നും സംഭവിക്കത്തില്ലടി. ആംബുലൻസ് പ്രഭുവിൻ്റെ നേരെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ടയറുകൾ ഉരഞ്ഞ് വണ്ടി നിന്നു. ഇന്ദുബാലയെ ആംബുലൻസിൻ്റെ പിന്നിലെ സ്ട്രെച്ചറിലേക്ക് പ്രഭു കിടത്തി. തൻ്റെ മുണ്ടിൻ്റെ പാതി വലിച്ചു കീറി അപ്പുകുട്ടി ഇന്ദുബാലയുടെ കയ്യിൽ മുറിവുകൾ കെട്ടിയിട്ട് പ്രഭുവിനെ നോക്കി. പ്രഭു, നീ വണ്ടിയെടുക്ക്. ഇന്ദുവിനെ ഞാൻ നോക്കിക്കൊള്ളാം. പ്രഭു ആംബുലൻസിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പാഞ്ഞു കയറി. കോ ഡ്രൈവർ സീറ്റിലേക്ക് പാഷയും. റാവുത്തറിൻ്റെ പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് ആംബുലൻസിന് സമാന്തരമായി നിന്നു. ഞാൻ മുന്നിലുണ്ട്. തലപ്പുറത്തേക്കിട്ട് റാവുത്തർ പ്രഭുവിനോട് പറഞ്ഞു. ഇവിടുന്ന് നേരെ മേലൂർ റോഡിലേക്ക്, മീനാക്ഷി മെഡിസിറ്റി. അസ്ത്രം പോലെ വാഹനങ്ങൾ പാഞ്ഞുപോയി. മുന്നിൽ ഹെഡ്ലൈറ്റുകൾ മിന്നിച്ചുകൊണ്ട് റാവുത്തറിൻ്റെ പോലീസ് ജീപ്പ്. പിന്നാലെ ആംബുലൻസ്. സ്പീഡോമീറ്ററിലെ സൂചി 60, 80, 100 എന്ന നിലയിൽ ചലിച്ചുകൊണ്ടിരുന്നു. പ്രഭു ക്യാബിനിലേക്കുള്ള കിളിവാതിൽ വലിച്ചു തുറന്ന് അപ്പുകുട്ടി അലറി. എടാ, വേഗം വാടാ. ഇന്ദുബാലയുടെ മിഴികൾ താഴ്ന്നു തുടങ്ങിയിരുന്നു. എക്കിലെടുക്കുന്നത് പോലെ ഇടയ്ക്ക് ശരീരം ഞെട്ടിവിറയ്ക്കുന്നുണ്ട്. പ്രഭുവിൻ്റെ കാൽ ഒന്നുകൂടി ആക്സിലേറ്ററിൽ അമർന്നു. സ്പീഡോമീറ്റർ നീഡിൽ ഒന്ന് വിറച്ച് 170ലേക്ക്. എതിരെ വന്ന ചില വാഹനങ്ങൾ വെട്ടിയൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പ്രഭു പാഷ ഭീതിയോടെ വിളിച്ചു. പ്രഭു ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. കണ്ണിനുള്ളിൽ ഇന്ദുബാലയുടെ ചോരയിൽ കുതിർന്ന ചിത്രം മാത്രം. കാതിനുള്ളിൽ ഇന്ദുബാലയുടെ കണ്ണീര് വീണ നനഞ്ഞ ചോദ്യം. ഏട്ടാ, ഞാൻ മരിച്ചു പോകും ഏട്ടാ. കൃത്യം 15 മിനിറ്റ്. മീനാക്ഷി മെഡിസിറ്റി എന്ന ബോർഡ് മുമ്പിൽ കണ്ടു. റാവുത്തറുടെ ജീപ്പാണ് ആദ്യ പോർച്ചിലേക്ക് പാഞ്ഞു കയറി നിന്നത്. പിന്നാലെ ആംബുലൻസ്. ടയറുകൾ ഉരഞ്ഞു കത്തി നിന്നു. റാവുത്തർ വിളിച്ചു പറഞ്ഞത് അനുസരിച്ച് ഡോക്ടറും നഴ്സുമാരും അറ്റൻഡർമാരും അടങ്ങുന്ന മെഡിക്കൽ ടീം കാത്തു നിൽപ്പുണ്ടായിരുന്നു. DYSPയുടെ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് ചോദ്യവും പറച്ചിലുമൊന്നും ഉണ്ടായില്ല. പ്രഭു തന്നെയാണ് ഇന്ദുബാലയെ താങ്ങിയെടുത്ത് സ്ട്രെച്ചറിൽ കിടത്തിയത്. സ്ട്രെച്ചർ കാഷ്വാലിറ്റിക്ക് നേരെ തിരിഞ്ഞു. സ്ട്രെച്ചറിനൊപ്പം ഓടുന്നതിനിടെ പ്രഭു കുനിഞ്ഞ് ഇന്ദുബാലയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ടിരുന്നു. ഒന്നുമില്ലടാ, ഒന്നുമില്ല, പേടിക്കണ്ട. പ്രഭുവിൻ്റെ മിഴികളിൽ നിന്ന് ഒരു തുള്ളി ഇറ്റ് ഇന്ദുബാലയുടെ ദേഹത്തേക്ക് വീണു. ഇന്ദുബാല അത് കണ്ടു. ഏട്ടാ. അവളൊന്ന് വിതുമ്പി. പിന്നെ പണിപ്പെട്ട് കൈ ഉയർത്തി പ്രഭുവിൻ്റെ കവിളിലൊന്ന് തൊട്ടു. സങ്കടം തോന്നുക ഏട്ടാ, എനിക്ക് എൻ്റെ ഏട്ടനെ ഓർത്ത്. അടുത്ത നിമിഷം ഇന്ദുബാലയുടെ കൈ പ്രഭുവിൻ്റെ കവിളിലൂടെ തെന്നി താഴേക്ക് വീണു. കണ്ണുകൾ തുറന്നു തന്നെ ഇരുന്നു. നടുക്കത്തിൻ്റെ ഒരു വലിയ ഗർത്തത്തിലേക്ക് പ്രഭുവിൻ്റെ മനസ്സ് നിന്ന നിൽപ്പിൽ വീണുപോയി. ഡോക്ടറും നഴ്സുമാരും ഞെട്ടി പരസ്പരം നോക്കുന്നത് പ്രഭു കണ്ടു. അതേ നടുക്കത്തിലായിരുന്നു റാവുത്തരും മറ്റുള്ളവരും. ഇന്ദു. പ്രഭു സംശയത്തോടൊന്ന് വിളിച്ചു. ഇന്ദു ഡിമോളെ. സ്ട്രെച്ചറിൻ്റെ ചക്രങ്ങൾ പതിയെ ഉരഞ്ഞു നിന്നു. സാറേ. പ്രഭു പകപ്പോടെ റാവുത്തറെ നോക്കി. പിന്നെ ഡോക്ടറെ പതറി നോക്കി. സാറേ, എന്താ? പ്രഭു. റാവുത്തർ പ്രഭുവിൻ്റെ ചുമലിലൊന്ന് അമർത്തിപ്പിടിച്ചു. സോറി മാൻ, ഡോക്ടർ പറഞ്ഞു. വി ആർ ഹെൽപ്ലെസ്. യു ആർ ടു ലേറ്റ്. ഷീ ഈസ് നോ മോർ. 3 വാചകങ്ങൾ. ചുട്ടുപഴുത്ത 3 സൂചികൾ ഹൃദയത്തിലേക്ക് കയറിപ്പോയത് പ്രഭു അറിഞ്ഞു. കണ്ണുകളിലേക്ക് തീക്ഷ്ണമായൊരു പ്രകാശം ആഞ്ഞടിച്ചതുപോലെ പ്രഭു വേച്ചു പോയി. ചുറ്റും പതറി പ്രഭു ഒന്ന് നോക്കി. മുമ്പിലുള്ളതെല്ലാം മഞ്ഞയും തവിട്ടും നിറത്തിലുള്ള നിഴൽ രൂപങ്ങൾ. അവ ചരിക്കുന്നു, തലയാട്ടുന്നു. അവ്യക്തവും അപരിചിതവുമായ സ്വരത്തിൽ എന്തൊക്കെയോ പറയുന്നു. ദൈവമേ, ഇതേതു ലോകമാണ്? ഇന്ദു എവിടെ? പ്രഭു കണ്ണുകൾ വലിച്ചു തുറന്നു നോക്കി. സ്ട്രെച്ചറിൽ പാതി തുറന്ന മിഴികളോടെ ഇന്ദുബാല കിടപ്പുണ്ട്. കൺപീലിത്തുമ്പിൽ ഇറ്റു വീഴാൻ ബാക്കി നിൽക്കുന്ന ഒരു തുള്ളി കണ്ണുനീർ. ഏട്ടാ എന്ന അവസാന വിളിക്ക് ശേഷം ഒരു വിതമ്പലിൻ്റെ തുടക്കത്തിൽ ചേർന്നു പോയ ചുണ്ടുകൾ. ഇല്ല.
പ്രഭു പിറുപ്പുറത്തുകൊണ്ട് ഇടം വലം തല ഒന്ന് വെട്ടിച്ചു. പിന്നെ ഇന്ദുബാലയുടെ നെഞ്ചിനു മീതയ്ക്ക് കൗളും ചെവിയും ചേർത്തു. ബാക്കി നിൽപ്പുണ്ടോ ഒരു മിടിപ്പെങ്കിലും? അടുത്ത നിമിഷം തിരിച്ചറിവിൻ്റെ ഒരു നിറക്കം കൂടി പ്രഭുവിൻ്റെ മുഖത്തുണ്ടായി. ഏട്ടന് വേറെ ആരുണ്ട് പൊന്നു? ആരുമില്ലെന്നറിഞ്ഞിട്ടും നീ അങ്ങ് പോയല്ലോ. സങ്കടവും പരിഭവവും എല്ലാം ചേർന്നുള്ള ഇടറിപ്പൊട്ടിയ ചോദ്യമായിരുന്നു അത്. കൺകോണിലൂടെ കുതിച്ചിറങ്ങിയ ഉപ്പുതുള്ളികൾ ഇന്ദുവിൻ്റെ മിടുപ്പ് നിലച്ച കഴുത്തിലേക്കും പരന്നു. പ്രഭു! റാവുത്തർ ഒരൽപ്പം ബലം പ്രയോഗിച്ചു തന്നെ പ്രഭുവിനെ പിടിച്ചുയർത്തി. വാ! പ്രഭുവിനെ തിരിച്ചു നടത്തുന്നതിനിടെ റാവുത്തർ തിരിഞ്ഞു ഡോക്ടറെ നോക്കി പറഞ്ഞു. പ്രൊസീഡിങ്സ് എല്ലാം വേഗത്തിലായിരിക്കണം. ഞാനിപ്പോൾ വരാം. പ്രഭുവിൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നലുണ്ടായി. പ്രൊസീഡിങ്സ്, നടപടിക്രമങ്ങൾ. ഇന്ദുബാലയെ ഇനി കൊണ്ടുപോകുന്നത് മോർച്ചറിയിലേക്ക്. മോർച്ചറി തണുപ്പിൽ അവൾ പിന്നെ കീറി മുറിച്ച്. എത്ര അടക്കി പിടിച്ചിട്ടും ഒരു താങ്ങൽ പ്രഭുവിൽ നിന്നുണ്ടായി. സാറേ! തുളുമ്പിയൊഴുകിയ മിഴികൾ പുറം കൈക്കൊണ്ട് തുടച്ചുകൊണ്ട് പ്രഭു റാവുത്തറെ ഒന്ന് നോക്കി. ജീവൻ പണയം വെച്ച് എത്ര പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സാറേ ഞാൻ. എത്ര പേരെ! എന്നിട്ടും എൻ്റെ ഇന്ദുവിനെ രക്ഷിക്കാനായില്ലല്ലോ. അതിനുള്ള സമയം ദൈവം തന്നില്ലല്ലോ. റാവുത്തർ മറുപടി പറഞ്ഞില്ല. പ്രഭുവിൻ്റെ ചുമലിൽ ആശ്വസിപ്പിക്കും മട്ടിൽ ഒന്നുകൂടി അമർത്തി. ആശുപത്രി മുറ്റത്തെ തണൽ മരങ്ങൾക്ക് താഴെ ആംബുലൻസ് കിടക്കുന്നത് പ്രഭു കണ്ടു. പ്രഭു പതിയെ ആംബുലൻസിന് നേരെ ചെന്ന് പിൻവാതിൽ വലിച്ചു തുറന്നിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഇരുന്നു. പതിയെ തലതിരിച്ച് ആംബുലൻസിലേക്ക് ഒന്ന് നോക്കി. സ്ട്രെച്ചറിൽ നിന്ന് ഒഴുകി പരന്ന ചോര ആംബുലൻസിൻ്റെ പ്ലാറ്റ്ഫോമിൽ കാണാം. ഇന്ദുവിൻ്റെ ചോര, ഇന്ദുവിൻ്റെ ജീവൻ. ഒരു ദിവസം മുമ്പ് ഇതേ ആംബുലൻസിൽ ജ്യോതികയുടെ അച്ഛൻ്റെ മൃതശരീരവുമായി താൻ പോയി. ഇന്ന് അതേ ആംബുലൻസിൽ തൻ്റെ ഇന്ദു. കണ്ണുകൾ പുകയടിച്ചതുപോലെ നേർന്നത് അവൻ അറിഞ്ഞു. അപ്പുക്കുട്ടിയും മോസസും ഭാഷയും ആശുപത്രി വരാന്തയിൽ പതറി നിന്നതേയുള്ളൂ. പ്രഭുവിൻ്റെ അടുത്തേക്ക് വരാനുള്ള ധൈര്യമില്ലായിരുന്നു അവർക്ക്. റാവുത്തർ പ്രഭുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പ്രഭു! അയാൾ പതിയെ വിളിച്ചു. കോവിൽ രാജിക്കെതിരെ ഞാൻ മൊഴി കൊടുക്കും. ഇന്ദുവിൻ്റെ ജീവന് ആ നായയെ കൊണ്ട് ഞാൻ മറുപടി പറയിക്കും. വേണ്ട സാറേ, ശാന്തമായിട്ടായിരുന്നു പ്രഭുവിൻ്റെ മറുപടി. എന്തിനാ രാവിലെ കോവിൽ രാജിയെ അറസ്റ്റ് ചെയ്തത്? 11 മണിക്ക് വിചാരണ നടത്തി, 1 മണിക്ക് വിധി പ്രസ്താവിച്ച് 4 മണിക്ക് തൂക്കിക്കൊല്ലാൻ സാറിൻ്റെ നിയമത്തിന് പറ്റുമോ? പ്രഭു! ഇല്ലല്ലോ. അപ്പോൾ പിന്നെ വിട്ടേക്ക്. എൻ്റെ ഇന്ദു ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചു. കഥയിൽ കോവിൽ രാജ ഇല്ല. പ്രഭു, നീ എന്ത് ചെയ്യാൻ പോകുന്നു? എൻ്റെ പെണ്ണിനെ കോവിൽ രാജ ഭംഗപ്പെടുത്തിയിരുന്നു എന്ന് പുറലോകം അറിയുന്നത് എനിക്ക് സഹിക്കില്ല. അങ്ങനെ അവളുടെ ആത്മാവ് അപമാനിക്കപ്പെടുന്നതും നേറുന്നതും എനിക്ക് താങ്ങാനാവില്ല. കോടതി മുറിക്കുള്ളിൽ അവൾ വീണ്ടും വീണ്ടും കൊല്ലപ്പെടുന്നതും കാണണ്ട. പ്രഭു! വേണ്ട സാറേ, കിട്ടാത്ത നീതിക്ക് വേണ്ടി കൈനീട്ടി ഇറക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും തോറ്റാൽ എൻ്റെ പാവം പെണ്ണിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും വേദനിക്കും. പ്രഭു, ഞാൻ പറയുന്നത്. സാർ പോയിക്കോ. പ്രഭു മിഴികൾ ചേർത്തടച്ചു. ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ഒരു നിമിഷം കൂടി റാവുത്തർ പ്രഭുവിനെ നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞു. വരാന്തയിലൂടെ സ്ട്രെച്ചർ വരുന്നുണ്ടായിരുന്നു. ഇന്ദുബാലയെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്യാമ്പ് ഓഫീസിനുള്ളായിരുന്നു SP മീന ഭാസ്കർ. നിലവിൽ പോലീസിന് ആശുപത്രി അധികൃതർ ഇന്ദുബാലയുടെ മരണത്തെക്കുറിച്ച് നൽകിയിരുന്ന കേസ് ഹിസ്റ്ററി ആത്മഹത്യ എന്നാണ്. കയ്യിലെ ഞരമ്പുകൾ മുറിച്ച ശേഷം ഓടുന്ന ഏതോ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയുള്ള മരണം. ചോര വാർന്നു പോയതും തലയുടെ പിൻഭാഗത്ത് ഏറ്റ ക്ഷതവുമാണ് മരണകാരണം. എപ്പടിയിരിക്കും വീന? ഹാഫ് ഡോർ തുറന്ന് കോവിൽ രാജ അകത്തേക്ക് വന്നു. അയ്യാ! വീന ഭാസ്കർ ചാടി എണീറ്റു. എനി ഇൻഫർമേഷൻ? കോവിൽ രാജ മേശപ്പുറത്തേക്ക് കയറിയിരുന്നു. നമുക്ക് തലവലിയായിട്ട് എന്നതെങ്കിലും? നത്തിങ്. മീന ഭാസ്കർ ചുമൽ കുച്ചി. സൂയിസൈഡ്. ഫയർ ക്ലോസ്ഡ്. സൂപ്പർ. കോവിൽ രാജ ഒന്ന് കവിൾ കൊട്ടി. അയ്യാ! മീന ഭാസ്കർ മെല്ലെ വിളിച്ചു. അതല്ല, പ്രഭുവിനോടുള്ള വൈരാഗ്യത്തിൽ ഇപ്പോൾ തീർന്നത് ഒന്നും അറിയാത്തൊരു പെണ്ണാ. അതൊക്കെ? കോവിൽ രാജ മീന ഭാസ്കറിൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് തറച്ചു നോക്കി. എന്നടി സെൻറ്റിമെൻസാ ഉനക്ക്? കോവിൽ രാജ ഒന്ന് നിർത്തി. പിന്നെ പകയോടെ കൂട്ടിച്ചേർത്തു. പ്രഭുവിനെ ഞാൻ കൊന്നാൽ അവൻ കരയുന്നത് എനിക്ക് കാണാൻ പറ്റുമോ? ഇന്ത ഉലകത്തിലെ കോവിൽ രാജാവുക്ക് സെൻറ്റിമെൻസ് ഒരേ ഒരാളോട് മട്ടും താൻ, എന്നുടെ പയ്യൻ ശിവയോട്. എല്ലാത്തക്കും മേലെ താൻ അവൻ എനിക്ക്. എന്നുടെ കടവുൾക്കുമീതെ, എന്നുടെ ഉயிருക്കുമീതെ. അത് മീന ഭാസ്കർക്കും അറിയാം. 6 ഭാര്യമാരുണ്ടെങ്കിലും കോവിൽ രാജയ്ക്കുള്ളത് ഒരേയൊരു മകൻ മാത്രം. ശിവസഹസ്രനാമം. മലയാളിയായ ആദ്യ ഭാര്യയുടെ മകൻ. ബുദ്ധിയുടെയും തന്ത്രങ്ങളുടെയും ആക്രമണങ്ങളുടെയും അതിവേഗ നീക്കങ്ങളുടെയും കാര്യത്തിൽ കോവിൽ രാജയ്ക്കും 10 മടങ്ങ് മേലെയാണ് ശിവസഹസ്രനാമം എന്ന് മീന ഭാസ്കറിന് അറിയാം. ആ മീന! കോവിൽ രാജ തിരിഞ്ഞു. ശിവ വിളിച്ചിരുന്നു. അവന് ചെന്നൈ സിറ്റിയിൽ നിന്റെ എന്തോ സഹായം ആവശ്യമുണ്ട്. കുറച്ച് പൗഡറും വൈറ്റ് ഷുഗറും ഉപ്പും വരാനുണ്ട്. മീന ഭാസ്കറിൻ്റെ മിഴികളൊന്ന് പിടഞ്ഞു. വരുന്നത് മയക്കുമരുന്നുകളാണ്. വൈറ്റ് ഷുഗർ എന്ന് പറഞ്ഞാൽ കൊക്കൈൻ. പൗഡർ ബ്രൗൺ ഷുഗർ. ഉപ്പ് 1 ഗ്രാമിന് 1.25 ലക്ഷം രൂപ വിലയുള്ള LSD. സപ്ലൈ ഗോവയിലേക്കും കൊച്ചിയിലേക്കും കൊണ്ടുപോവാൻ ടൂർ പാക്കേജിൽ നല്ല ശിവകാശി മത്താപ്പൂ മാതിരി സുന്ദരിമാർ വരും. അടകുര സത്യകൾ. മീന ഭാസ്കർ എന്തോ മറുപടി പറയാൻ തുടങ്ങിയതും മേശപ്പുറത്തിരുന്ന ഫോൺ ബെല്ലടിച്ചു. 1 സെക്കൻഡ്. മീന ഫോൺ എടുത്തു. അടുത്ത നിമിഷം മീനയുടെ മുഖത്ത് ഒരു വിളർച്ചയുണ്ടായി.
ഐ വിൽ കോൾ യു. വിളിക്കാമെന്ന് പറഞ്ഞില്ലേ? മീന കാൾ കട്ട് ചെയ്തു. എടി എന്ന് വിളിച്ചത് കോവിൽ രാജ പ്രത്യേകം ശ്രദ്ധിച്ചു. യാര് മീന? കോവിൽ രാജ ചോദിച്ചു. എടി എന്ന് കൂപ്പിട്ടാങ്കെ കിളിമാതിരി ഒരു വോയിസ്. എന്നുടെ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അത് വേണ്ടിയിരുന്നില്ലെന്ന് മീനയ്ക്ക് തോന്നിയത്. കോവിൽ രാജയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. ഓ സിസ്റ്ററാ, എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു, ഡിഗ്രി. ചെന്നൈയിലാ? അല്ല, എറണാകുളം. ഓ കേരളാവിലാ? സിസ്റ്ററുടെ പേരെന്നാ? തരുണി ഭാസ്കർ സിരുമണി. അപ്പപ്പാ, കോവിൽ രാജ ഒന്ന് ചിരിച്ചു. ரொம்ப പ്രമാദமான പേര്, സൂപ്പർ. കോവിൽ രാജ ഒന്ന് നിർത്തി. പിന്നെ ഒരു പ്രത്യേക ചിരിയോടെ മീനയൊന്ന് നോക്കി. അഴകളവുകളെല്ലാമേ ഉന്നമാതിരി താനേ. പൊണ്ണ് എപ്പടി സുന്ദരിയാ? മീനയുടെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നലുണ്ടായി. ചോദ്യത്തിന് പിന്നിലെ അപകടം അരനിമിഷം കൊണ്ട് മീനയ്ക്ക് പിടികിട്ടി. അയ്യാ, മീന പകപ്പോടെ വിളിച്ചു. സുമ്മാ ജോക്കടി, വിട്ടിട്. കോവിൽ രാജ തിരിഞ്ഞു. പോകട്ടുമാ, നിറയെ വേലയിരിക്ക്. അയാൾ പുറത്തേക്ക് വന്നു. ഒരു ലാൻഡ് റോവറും 3 ടവേരകളും കാത്തു കിടപ്പുണ്ടായിരുന്നു. വാഹനങ്ങൾക്ക് മുമ്പിൽ മണിയും ഭൂമിനാഥനും യാസിറും അടങ്ങുന്ന ടീം. അയ്യാ, യാസിർ മുന്നോട്ട് വന്നു. ആ പെണ്ണിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പെരമ്പല്ലൂർ ശ്മശാനത്തിലേക്ക് പ്രഭു കൊണ്ടുപോയിട്ടുണ്ട്. ഫൈൻ. കോവിൽ രാജ കവിൾക്കോട്ടി ഒന്ന് ചിരിച്ചു. അതേ ശ്മശാനത്തിൽ എന്നെ വെല്ലുവിളിച്ച് കുമാരൻകുട്ടിയുടെ ശവവും കൊണ്ട് അവൻ പോയപ്പോൾ തുടങ്ങിയ കളിയല്ലേ? 3-ാം പക്കം അവൻ്റെ പെണ്ണിൻ്റെ ശവവുമായി അവൻ അതേ ശ്മശാനത്തിലേക്ക്. അതാണ്ടാ കോവിൽ രാജ. അയാളൊന്ന് നിർത്തി. മധുരമീനാക്ഷി കോവിലിന് മുമ്പിൽ MS സുബലക്ഷ്മിയുടെ കീർത്തനം കിട്ടും. 4 എണ്ണം വാങ്ങിച്ച് പ്രഭുവിന് കൊടുക്ക്. സംഗീതം കേട്ട് സങ്കടം മാറട്ടെ. കോവിൽ രാജ പല്ലുകളൊന്ന് അമർത്തി. യാസിർ, നീയും ഭൂമിനാഥനും വേറെ 3 പേരും കൂടി ഇപ്പോൾ തന്നെ കേരളമൊക്കെ തിരിച്ചോ. ഒരു ദിവസം കുട്ടനാട്ടിൽ തങ്ങി സ്കെച്ച് ചെയ്ത് മതി ഓപ്പറേഷൻ. തിരിച്ചു വരുമ്പോൾ ജ്യോതിക പൊണ്ണ് ഒപ്പമുണ്ടാവണം. അங்கே ആരും ഒന്നും അറിയരുത്. ശരിയയ്യാ. കോവിൽ രാജ ലാൻഡ് ലോവറിന് നേരെ തിരിഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് വീണ്ടും തലത്തിരിച്ച് യാസിറിനെ നോക്കി. പോർഷക്കാർ വാട്ടർ സർവീസിന് വിടണം. അതുക്കുള്ളേ നിറയെ ഇന്ദുപൊണ്ടിൻ്റെ രക്തം. യാസിർ തലകുലുക്കി. കോവിൽ രാജ ലാൻഡ് ലോവറിലേക്ക് കയറി. പെരമ്പല്ലൂർ ശ്മശാനം. ചാഞ്ഞു തുടങ്ങുന്ന വെയിലിന് താഴെ നീണ്ടു നിവർന്ന് ഒരു പച്ച മൺപാടം. അതിലേക്ക് നോക്കി പ്രഭു ഇരുന്നു. പാഷയും മോസസും കുറേ പിന്നിൽ മാറി നിൽപ്പുണ്ടായിരുന്നു. റാവുത്തർ അല്പം മുമ്പ് മടങ്ങിപ്പോയിരുന്നു. അപ്പുക്കുട്ടിയെ പ്രഭു എവിടേക്കോ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ന് മാത്രം പാഷയ്ക്കും മോസസിനും അറിയാം. കുഴിമാടത്തിന് മീതെ നിന്ന് പ്രഭു കണ്ണെടുത്തതേയില്ല. തൻ്റെ ജീവനാണ് അത്, ജീവിതമാണ്, ഇതുവരെ കൂട്ടിവെച്ച സ്വപ്നങ്ങളാണ്, ഒരു ആയുസിൻ്റെ മുഴുവൻ സന്തോഷമാണ്. ഇന്ദുബാലയുടെ സ്വരവും ചിരിയും കൊഞ്ചലുമൊക്കെ ചുറ്റുമുണ്ടെന്ന് പ്രഭുവിന് തോന്നി. ഏട്ടാ, കൊഞ്ചിയുള്ള വിളി. ഓ ഏട്ടാ, ഈണത്തിൽ വീണ്ടും ഒരു വിളി. എന്നതാടി? പോത്തിൻ്റെ ദേഷ്യം കണ്ടില്ലേ? ഇന്ദു ചുണ്ടു കൂർപ്പിക്കുന്നു. നീ കാര്യം പറ പെണ്ണേ. നമുക്കൊരു ചെറിയ വീട് വേണം. ആ, നമ്മുടെ വീടിന് മുമ്പിൽ നമുക്ക് നല്ലൊരു പൂന്തോട്ടമൊക്കെ വേണം. വീടിന് ചുറ്റും പൂക്കളായിരിക്കണം. ആ, വീട്ടിൽ ഞാനും എൻ്റെ ഏട്ടനും, പിന്നെ നമ്മുടെ 100 മക്കളും. അല്ലേടി? എടാ ദുഷ്ടാ. ഇന്ദു തൻ്റെ ചെവിക്ക് പിടിച്ച് കറക്കുന്നു. എന്നതാ ലക്ഷ്യം? കൗരവപ്പടയോ? പ്രഭുവിൻ്റെ കണ്ണുകളിൽ ഒരു നനവുണ്ടായി. പെട്ടെന്ന് ഇന്ദുവിൻ്റെ നനഞ്ഞു നേർത്ത സ്വരം കാതിൽ വീണു. ഞാൻ മരിച്ചു പോകും ഏട്ടാ. സങ്കടമുണ്ട് ഏട്ടാ, എനിക്ക് എൻ്റെ ഏട്ടനെ ഓർത്ത്. അടുത്ത നിമിഷം അവൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ഇരമ്പി. പ്രഭു ഒന്ന് ഞെട്ടി. പിന്നെ പതിയെ ഫോൺ എടുത്ത് കാതോട് ചേർത്തു. ഞാൻ ജ്യോതികയാ. മറുവശത്തു നിന്ന് ശബ്ദം വന്നു. പറഞ്ഞോ. നിർജീവമായിരുന്നു പ്രഭുവിൻ്റെ സ്വരം. അല്ല, സേഫായിട്ട് അങ്ങ് എത്തിയോ എന്നറിയാൻ വിളിച്ചതാ. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ജ്യോതിക ഒന്നുകൂടി ഉറപ്പിക്കാനായി ചോദിച്ചു. ഇല്ല. പിന്നെ ഇന്ദുബാലയ്ക്ക് സുഖമല്ലേ? പ്രഭുവിൻ്റെ ശ്വാസം പിടിച്ചു നിർത്തിയതുപോലെ ഒന്ന് നിന്നു. അവൻ തലതിരിച്ച് കുഴിമാടത്തിന് നേർക്കൊന്ന് നോക്കി. പിന്നെ പതിയെ പൂരിപ്പിച്ചു. സുഖമായിരിക്കുന്നു. ഇന്ദുബാലയുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുമോ? എനിക്ക് സംസാരിക്കാനാ, നന്ദി പറയാനാ. വിളിക്കാം. ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്ന പോലെ? പനി വല്ലതുമാണോ? ആ. അയ്യോ, സൂക്ഷിക്കണേ. ആ, എന്നാൽ ശരി, ഞാൻ വച്ചോട്ടെ. അവൾ കോൾ കട്ട് ചെയ്യുന്ന ശബ്ദം അവൻ കേട്ടു. ഒരു പെണ്ണിൻ്റെ ജീവനും മാനവും താൻ രക്ഷിച്ചു. പക്ഷേ തൻ്റെ പെണ്ണിൻ്റെ മാനവും ജീവനും നഷ്ടപ്പെട്ടു. ജ്യോതികയെ കോവിൽ രാജയ്ക്ക് കിട്ടല്ലേ ഏട്ടാ? എന്ത് ചെയ്തും അവളെ രക്ഷിക്കണേ. വീണ്ടും ഇന്ദുബാല പറയുന്നത് പോലെ അവന് തോന്നി. ശ്മശാനത്തിലേക്ക് ഒരു ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് അപ്പുക്കുട്ടി ഇറങ്ങി. പിന്നെ ധൃതിയിൽ പ്രഭുവിൻ്റെ നേരെ വന്നു. പ്രഭു പതിയെ തലതിരിച്ചു. വിവരം കിട്ടിയോ? ശാന്തമായിട്ടായിരുന്നു പ്രഭുവിൻ്റെ ചോദ്യം. കിട്ടി. അപ്പുക്കുട്ടി തലകുലുക്കി. പാഷയ്ക്കും മോസസിനും ഒന്നും മനസ്സിലായില്ല. എവിടാ? പ്രഭുവിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. ഇവിടുന്ന് 35 കിലോമീറ്റർ ദൂരമുണ്ട്. സ്ഥലം? സ്വാമി മല്ലംപെട്ടി പറഞ്ഞുകൊണ്ട് പ്രഭു എണീറ്റു. പിന്നെ കുഴിമാടത്തിന് നേർക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ജീപ്പിന് നേരെ നടന്നു. നടക്കുന്നതിനിടെ പ്രഭു പാഷയെ നോക്കി പറഞ്ഞു. പാഷ, 35 ലിറ്റർ കൊള്ളുന്ന ഒരു കന്നാസ് വേണം. അത് നിറയെ പെട്രോളും. പെട്രോളോ? എന്തിന്? പാഷ അമ്പരന്നു. 35 ലിറ്റർ പെട്രോൾ പഴംപൊരി ഉണ്ടാക്കാനല്ല, ഒരുത്തനെ പച്ചയ്ക്ക് കത്തിക്കാനാ. പല്ല് ഞെരിച്ചുകൊണ്ട് പ്രഭു ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി.
ചെമ്മാനത്തിന് താഴെ കൂടി ജീപ്പ് പാഞ്ഞുകൊണ്ടിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് പാഷയ്ക്കും മോസസിനും അപ്പോഴും പിടികിട്ടിയിരുന്നില്ല. പെട്രോൾ നിറച്ച കന്നാസ് ഭദ്രമായി ജീപ്പിന്റെ പിന്നിലുണ്ട്. സ്വാമിയും മല്ലപ്പെട്ടി. ഇരുവശത്തും വിശാലമായ കരിമ്പിത്തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമായിരുന്നു. ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന പുളിമരങ്ങൾ, കാറ്റടി യന്ത്രങ്ങളുടെ കൂറ്റൻ പങ്കുകൾ ദൂരെ അന്തരീക്ഷത്തിൽ കറങ്ങുന്നത് കാണാം. പ്രഭു, അപ്പുകുട്ടി തലതിരിച്ചു വിളിച്ചു. 1/2 കിലോമീറ്റർ മുമ്പോട്ട് ചെല്ലുമ്പോൾ അപ്പർ ഭവാനി എന്നെഴുതിയ ഒരു ബോർഡ് കാണാം. അവിടുന്ന് ഇടത്തേക്ക് കരിമ്പിത്തോട്ടത്തിന് നടുവിലൂടെയുള്ള വഴിയാ. വഴി അവസാനിക്കുന്നത് ഒരു ഫാം ഹൗസിന്റെ മുറ്റത്താ. ആ ഒരൊറ്റ കെട്ടിടമേ ആ ഭാഗത്തുള്ളൂ. പ്രഭു ഒന്ന് തലകുലുക്കി. അപ്പർ ഭവാനി എന്ന ബോർഡ്. ജീപ്പ് അവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞു. കരിമ്പിത്തോട്ടത്തിന് നടുവിലൂടെ 10 മിനിറ്റ് നേരത്തെ ഓട്ടം. ദൂരെ ഫാം ഹൗസ് കണ്ടു. പ്രഭുവിന്റെ ഞരമ്പുകൾ ഒന്ന് വലിഞ്ഞു മുറുകി. ജീപ്പ് ഫാം ഹൗസിന്റെ മുറ്റത്തേക്ക് കയറി നിന്നു. പാഷ, പ്രഭു വിളിച്ചു. ജാക്കി, ലിവർ എടുത്തോളണം, പെട്രോളും. ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ഒരു സ്ത്രീ വേഗത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഇന്ദുബാലയുടെ അപ്പച്ചിയായ നളിനിയായിരുന്നു അത്. പ്രഭുവിനെ കണ്ടതും അവരുടെ മുഖം ഭയന്ന് വിളറിപ്പോയി. നളിനിയെ കണ്ടപ്പോഴാണ് തങ്ങൾ എവിടേക്കാണ് വന്നതെന്ന് പാഷയ്ക്കും മോസസിനും മനസ്സിലായത്. വീട്ടിലേക്ക് തിരിച്ച് ഓടിക്കയറാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പ് പ്രഭു അവരുടെ മുമ്പിലെത്തിയിരുന്നു. ഇന്ദുബാല എവിടെ? ശാന്തമായിട്ടായിരുന്നു അവൻ്റെ ചോദ്യം. എൻ്റെ ഇന്ദു എവിടെയെന്ന്? മോനെ പ്രഭു. അടുത്ത നിമിഷം നളിനി നിന്ന നിൽപ്പിൽ ഒരു കരച്ചിൽ. ആ നന്ദി കെട്ടവളെ മിന്നാന്നൊരു കത്ത് എഴുതി വെച്ചിട്ട് പോയി മക്കളെ. അവൾക്ക് പണവും പത്രസുമുള്ള ജീവിതമാണ് വേണ്ടത്. അതുകൊണ്ട് ആരുടെ കൂടെ പോവാണെന്ന്. എൻ്റെ കുഞ്ഞെ, ആ പിഴച്ചവള് സ്നേഹം നടിച്ച് നിന്നെ പറ്റിക്കുമായിരുന്നു. പ്രഭുവിൻ്റെ കണ്ണുകളൊന്ന് എരിഞ്ഞു. പിഴച്ചവള്, അവള് എൻ്റെ ഇന്ദു അല്ലേ? പ്രഭു ചോദിച്ചതും കൈവീശി നളിനിയുടെ മുഖമടച്ചൊന്ന് പൊട്ടിച്ചത് ഒരുമിച്ചായിരുന്നു. അവളുടെ കവിൾ ഒരു വശത്തേക്ക് കോടിപ്പോയി. പ്രഭു അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. സ്ത്രീകളെ ഉപദ്രവിക്കരുതെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ. പക്ഷേ നിന്നെ പോലെയുള്ള പിഴച്ചവളുടെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടാൽ എന്നെയൊക്കെ പ്രസവിച്ച നല്ലവരായ അമ്മമാരോട് കാണിക്കുന്ന നീതികേട. അതുകൊണ്ട് ഒരെണ്ണം കൂടി, പുറം കൈക്ക് ഒരെണ്ണം കൂടി. നളിനിയെ ചോര തുപ്പി. ഇന്ദു ഇപ്പോൾ എവിടാണെന്ന് അറിയാമോന്ന് പ്രഭു അലറി. പെരമ്പല്ലൂർ ശ്മശാനത്തിൽ, മണ്ണിനടിയിൽ. നളിനി കിടുങ്ങിപ്പോയി. സ്വന്തം മകളെ പോലെ കാണേണ്ട ഒരു പാവത്തെ ഇറച്ചി വിലയ്ക്ക് വിറ്റുകളഞ്ഞല്ലോ നിങ്ങൾ. സങ്കടവും ദേഷ്യവും കൊണ്ട് പ്രഭുവിൻ്റെ കവിളുകൾ വിറച്ചു. എടാ, പിഞ്ഞു നിന്ന് അലർച്ച കേട്ടു. എല്ലാവരും തിരിഞ്ഞു. ഹർഷൻ പാഞ്ഞു വരുന്നത് കണ്ടു. കുളി കഴിഞ്ഞുള്ള വരവാണെന്ന് തോന്നി. ഒരു നനഞ്ഞ തോർത്ത് പുതച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയെ വിടടാ. പാഞ്ഞു വന്ന ഹർഷനെ തോർത്ത് കൂട്ടിപ്പിടിച്ച് തന്നെ പ്രഭു ഒന്ന് വട്ടം കറക്കി. പിന്നെ ഭിത്തിയിലേക്ക് 4 അടി ഇടിച്ചു. അല്ലറി വിളിക്കാൻ തുടങ്ങിയ നളിനിയെ അപ്പുക്കുട്ടിയും കൂട്ടരും ചേർന്ന് വിരട്ടി. നിങ്ങൾ വായ പൊളിച്ചാൽ ഇവനെ കുഴിച്ചിട്ടേ ഞങ്ങൾ പോകൂ. മര്യാദയ്ക്ക് നിന്നാൽ ഇവൻ്റെ ജീവൻ ഞങ്ങൾ മിച്ചം തരും. ഹർഷൻ്റെ തലയുടെ പിന്നിൽ പിടിച്ച് മുഖം ഭിത്തിയിലേക്ക് ഒറ്റ ഇടി കൂടി ഇടിച്ചു. കുമ്മായ തേച്ച ഭിത്തിയിലേക്ക് ചോര വീണു. പ്രഭു, എന്നെ കൊല്ലലേടാ, ഹർഷൻ നിലവിളിച്ചു. എത്ര രൂപയ്ക്കാടാ നീ എൻ്റെ പെണ്ണിനെ വിറ്റത്? എങ്ങനെ തോന്നി നിനക്കത് ചെയ്യാൻ? അത് പിന്നെ, ഹർഷൻ ഞരങ്ങി. പറഞ്ഞോ. ഒന്നുകൂടി ഇടിക്കാൻ പാകത്തിൽ ഹർഷൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പ്രഭുവിൻ്റെ ചോദ്യം. അത് പിന്നെ, കോവിൽ രാജ അയ്യാവെ പോലെ വലിയൊരാൾ പറഞ്ഞപ്പോൾ ഈ ലോകത്ത് വലിയവരുണ്ടെന്ന് ആരാ ഹർഷ പറഞ്ഞത്? പണവും അധികാരവും കയ്യിലുണ്ടെങ്കിൽ ആളുകൾ വലിയവരാവുമോ ഹർഷ? എന്നിട്ട് എന്തു പകരം തന്നു നിനക്ക് നിന്റെ വലിയവനായ കോവിൽ രാജ മുതലാളി? 2 ലക്ഷം രൂപ. പിന്നെ 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 1 ലോറി അല്ലേ? പ്രഭു പൂരിപ്പിച്ചു. പിന്നെ ഹർഷൻ്റെ മുഖം ഭിത്തിയിലേക്ക് ഒറ്റ ഇടി കൂടി ഇടിച്ചു. എൻ്റെ പെണ്ണിൻ്റെ മാനത്തിനും ജീവനും എല്ലാറ്റിനും കൂടി വിലയിട്ടു അല്ലേടാ? എവിടെ നിന്റെ ലോറി? പുറകിൽ ഷെഡിൽ. ഹർഷൻ വിക്കി. വാ. ഹർഷനെയും കൊണ്ട് പ്രഭു ഫാം ഹൗസിൻ്റെ പിന്നിലേക്ക് നടന്നു. ഫാം ഹൗസിന് പിന്നിലെ വലിയ ഷെഡിൽ ലോറി കിടപ്പുണ്ടായിരുന്നു. കോവിൽ രാജ ഗ്രൂപ്പ് എന്ന നെയിം ബോർഡ്. അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ്. നിനക്ക് തന്ന 2 ലക്ഷം രൂപ എവിടെ? പ്രഭു ഹർഷനെ നോക്കി. കുറച്ച് ചിലവായി പോയി. ബാക്കി? ഹർഷൻ തല തിരിച്ച് നളിനിയെ ഒന്ന് നോക്കി. ഒരു നിമിഷത്തിനകം നളിനി ഒരു കടലാസ് പൊതിയുമായി വന്നു. 500-ന്റെ 3 കെട്ട് നോട്ടുകൾ. പ്രഭുവിൻ്റെ മിഴികളൊന്ന് നീറി. ഇന്ദുബാലയുടെ ചോരയുടെ വില. അപ്പുക്കുട്ടി, പ്രഭു തിരിഞ്ഞു. ഹർഷൻ സാറിൻ്റെ ലോറിക്ക് നമ്മുടെ വക കുറച്ച് പെട്രോളിയം കൊടുത്തേ, ഒരു സമ്മാനമായിട്ട്. പ്രഭു പറഞ്ഞതോ അപ്പുക്കുട്ടിയും പാഷയും പെട്രോൾ കന്നാസുമായി ലോറിക്കരിയിലേക്ക് കയറി. ലോറിയുടെ ക്യാബിനിലും പെട്രോൾ വീശിയൊഴിച്ചു. ബോണറ്റ് തുറന്ന് എഞ്ചിൻ റൂമിലും ഒഴിച്ചു പെട്രോൾ. പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടിയെടുത്ത് പ്രഭു ഹർഷൻ്റെ നേർക്ക് നീട്ടി. കത്തിച്ചോ. തീ നല്ല പോലെ ആയി കഴിയുമ്പോൾ ഈ കാശും കൂടി ആ തീയിലിട്ടേക്കണം. ഹർഷൻ പകച്ചു നിൽക്കുകയായിരുന്നു. കത്തിക്കടാ, പ്രഭു മുരണ്ടു. പിന്നെ പാഷയുടെ കയ്യിലിരുന്ന ജാക്കി ലിവർ വാങ്ങി. കത്തിക്കുന്നതും കണ്ട് നിന്റെ 2 കാലുകൾ കൂടി തല്ലി ഒടിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പോകണം. അവിടെ പെരുമ്പല്ലൂരിലെ പൊതുശ്മശാനത്തിൽ ഒറ്റയ്ക്ക് എൻ്റെ പെണ്ണ്. ഇന്നൊരു രാത്രി എനിക്ക് അവളുടെ അടുത്തിരുന്ന് നേരം വെളുപ്പിക്കണം. പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ പറയണം. കത്തിക്കട നായൻ്റെ മോനെ, പ്രഭു അലറി. കിടുങ്ങിപ്പോയി ഹർഷൻ. വെപ്രാളത്തോടെ ഹർഷൻ തീപ്പെട്ടിക്കമ്പ് ഉരച്ചു. പിന്നെ
അത് ലോറിയുടെ ക്യാബിനിലേക്ക് ഇട്ടു. അരനിമിഷം കൊണ്ട് തീ ആളിപ്പടർന്നു. ആ കാശ് കൂടി ഇട്ടേക്ക് മോനെ. നളിനി നരങ്ങുമട്ടിൽ പ്രഭുവിനെ നോക്കി. ഈ കാശ് ഞങ്ങൾക്കിങ്ങ് തന്നേക്ക് മോനെ. പോയവളോ പോയി, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. നളിനി പറഞ്ഞു തീരും മുമ്പേ പ്രഭു ജാക്കി ലീവർ ഓങ്ങി ഒറ്റയടി അടിച്ചു. ഹർഷന്റെ വലത് കാൽമുട്ടിന് താഴെ വെച്ച് ഒടിഞ്ഞു തൂങ്ങിപ്പോയി. അടുത്തടി ഇടതുകാലിനെ അലറിക്കൊണ്ട് ഹർഷൻ തറയിലേക്ക് കമിഴ്ന്ന് വീണുപോയി. അയ്യോ, ഇനിയൊന്നും ചെയ്യല്ലേ. നളിനി നിലവിളിച്ചുകൊണ്ട് പ്രഭുവിനെ നോക്കി. പിന്നെ കയ്യിലിരുന്ന നോട്ടുകെട്ടുകൾ ലോറിയുടെ കത്തിയെരിയുന്ന കാവിനിലേക്കിട്ടു. സ്വന്തം മകൻ്റെ മേല് നൊന്തപ്പോ നിങ്ങളുടെ നെഞ്ചു പൊള്ളി അല്ലേ? ഇതിലും ഒരുപാട് ഉച്ചത്തിൽ കരഞ്ഞതാ എൻ്റെ പാവം എന്തും. വിടില്ല ഞാൻ ഒന്നിനെയും. ഈ നായൻ്റെ മോനിൽ നിന്ന് ഞാൻ പണി അങ്ങ് തുടങ്ങി വയ്ക്കുക. ലോറിയുടെ എൻജിൻ റൂമിലേക്കും തീ പടർന്നു തുടങ്ങിയിരുന്നു. നോട്ടുകെട്ടുകൾ എരിഞ്ഞു തീരാറായി. കോവിൽ രാജ എന്നെഴുതിയിരിക്കുന്ന നെയിം ബോർഡ് എരിഞ്ഞു താഴേക്ക് മടങ്ങുന്നതും പ്രഭു കണ്ടു. പോട്ടെ ഹർഷ. പ്രഭു ഹർഷനെ നോക്കി. കാശുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഓടി നടന്നതല്ലേ. ഇനി കുറച്ചു കാലം വിശ്രമിക്കുക. പിന്നെ പറ്റുമെങ്കിൽ നീ കുറച്ച് പിന്നിലേക്ക് മാറിക്കിടന്നോ. ചിലപ്പം ഡീസൽ ടാങ്ക് പൊട്ടിത്തെറിക്കും. അതാ പറഞ്ഞിട്ട് പ്രഭു തിരിഞ്ഞു. പിന്നാലെ അപ്പുക്കുട്ടിയും പാഷയും മോസസും. ജീപ്പ് റിവേഴ്സ് എടുത്ത് തിരിച്ചു പോകുന്ന ശബ്ദവും ഹർഷൻ കേട്ടു. വെളുപ്പിനെയാണ് യാസിറുടെയും ഭൂമിനാഥിൻ്റെയും നേതൃത്വത്തിൽ 6 പേർ അടങ്ങുന്ന ഒരു ടീം ചങ്ങനാശ്ശേരിയിലെത്തിയത്. അവിടെ 2 ഹോട്ടലിൽ മുറികളെടുത്തു. തിരുപ്പൂരിൽ നിന്നുള്ള വസ്ത്രവ്യാപാരികൾ എന്നാണ് ഹോട്ടൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത്. യാസിറും ഭൂമിനാഥനും ഒരു ഹോട്ടലിൽ, മറ്റു 4 പേർ മറ്റൊരു ഹോട്ടലിൽ. പകൽ ഒരു നിരീക്ഷണം നടത്തിയിട്ട് രാത്രിയാവാം ഓപ്പറേഷൻ എന്ന് തീരുമാനിക്കപ്പെട്ടു. രാത്രി യാസിർ ചായ മുത്തിക്കൊണ്ട് പതിയെ തലതിരിച്ച് ഭൂമിനാഥനെ നോക്കി. രാത്രി തന്നെയാ സേഫ്. തമിഴ്നാട്ടിലെ കളിയൊന്നും കേരളത്തിൽ നടക്കത്തില്ലെന്നറിയാമല്ലോ. ഓപ്പറേഷനിൽ ഒരു ചെറിയ പാളിച്ച വന്നാൽ കുട്ടനാട്ടുകാർ നമ്മളെ ജീവനോടെ കായലിൽ താഴ്ത്തും. ഒന്നോർത്തോ, അയ്യാവുക്ക് ഭ്രാന്താണെന്ന് തോന്നും. ഭൂമിനാഥൻ ചിരിച്ചു. ഒരു പെണ്ണിന് വേണ്ടി ലോകത്ത് വേറെ എത്രയോ സുന്ദരിമാരെ കിട്ടും. ഇതൊരു വെറും പെണ്ണിന് വേണ്ടി എത്ര പേരാ, എത്ര രൂപയാ, എത്ര ഇടമാ, എത്ര ടൈമാ. അതാണ് കോവിൽ രാജ എന്ന പെരിയോൻ രാജ. യാസിർ ചിരിച്ചു. ആഗ്രഹം, അതാണ് അയ്യാവയ്ക്ക് വലുത്. അയ്യ ആഗ്രഹിക്കുന്നത് എന്താണോ അത് എന്ത് വില കൊടുത്തും വാങ്ങും. അത് പെണ്ണായാലും മണ്ണായാലും. യാസിർ ഒന്ന് തിരിഞ്ഞു. അളകസോറയിലെ റോഡരികിൽ കിടന്ന 10 ഏക്കർ സ്ഥലം അയ്യാവ് ഇഷ്ടമായിരുന്നു. പക്ഷേ അവരത് വേറെ ആർക്കോ വിറ്റു. 150 കോടിക്ക്. ഒറ്റ രാത്രി 30 വണ്ടികളോ മധുരയിലൂടെ തലങ്ങും വിലങ്ങും ഓടിയത്. വിറ്റവനെയും വാങ്ങിയവനെയും ബ്രോക്കർമാരെയും എല്ലാറ്റിനെയും തപ്പിപ്പെറുക്കി കൊണ്ടുവന്നു. പിറ്റേന്ന് 200 കോടിക്ക് സ്ഥലം കോവിൽ രാജ ഗ്രൂപ്പിൻ്റെ പേരിലേക്ക് മാറ്റി എഴുതിച്ചു. എന്നിട്ട് ആ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്തോ? അതുമില്ല. കാര്യങ്ങൾക്ക് മേയാനായി ചുമ്മാ കിടക്കുന്നു. യാസിർ വീണ്ടും ചിരിച്ചു. അതാണ് കോവിൽ രാജ അയ്യ. ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ തോറ്റുപോയി എന്നാണ് അയ്യ വിശ്വസിക്കുന്നത്. ജ്യോതികയുടെ ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയ ആഗ്രഹം പെണ്ണിനോടായപ്പോൾ അത് അസ്ഥിക്ക് പിടിച്ച വാശിയായി. ഇനി അവളെ കൂടെ കിടത്തിയേ അത് തീരൂ. അതിനുവേണ്ടി എന്തും ചെയ്യും, ആരെയും കൊല്ലും. ഒരു പെണ്ണിൻ്റെ മുമ്പിൽ തോറ്റുപോയാൽ അത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് അയ്യാവക്കറിയാം. യാസിർ ഒന്ന് നിർത്തി. പിന്നെ ഭൂമിനാഥനെ നോക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് കുട്ടനാട് വരെ പോകണം. കോലത്ത് കടവിലേക്ക്, ജ്യോതികയുടെ നാട്ടിലേക്ക്. ഒരു ബോട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവളുടെ വീടിന് മുമ്പിലൂടെ തന്നെ ബോട്ടിൽ നമുക്ക് പോവാം. ഭൂമിനാഥൻ തലകുലുക്കി. നാളെ ഈ നേരം ജ്യോതിക തിരുമംഗലം ബംഗ്ലാവിൽ അയ്യാവുടെ മുമ്പിൽ. യാസിർ അവസാന വാചകവും പറഞ്ഞു നിർത്തി. കഥ തുടരും.